നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൈയടിക്കുമ്പം അതിൻ്റെ ഒരു പങ്ക് നമുക്ക് കൂടിയാണെന്നുള്ള ബോധ്യം ഇല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ഇമേജ് കറക്റ്റ് അല്ല. ക്ലിയർ അല്ലേ? നമുക്ക് കൊടുത്തിട്ട് വേണമല്ലോ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ. അങ്ങനെ തന്നെ അല്ലേ? അപ്പം നമ്മൾ ആർക്കോ വേണ്ടി കൈയടിക്കാണ് എന്ന് തോന്നുന്നിടത്ത് നമ്മൾക്ക് കൈയടിക്കാൻ മറന്നു പോകുന്നുണ്ട്. ക്ലിയർ ആണോ? ഈസ് ഇറ്റ് ക്ലിയർ? ഡൺ. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, സെൽഫ് ഇമേജ് കൂടുമ്പം ഹൈ വൈബ്രേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകും? ഓർമ്മയുണ്ടോ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഉണ്ടോ? ഭക്ഷണത്തോടൊപ്പം മറന്നു പോയിട്ടില്ലല്ലോ? ഇല്ല. അപ്പം ദ സെൽഫ് എന്ന് നമ്മൾ പറഞ്ഞു. സെൽഫിൽ നിന്നിട്ടല്ല ചെയ്യേണ്ടത്, ദ സെൽഫിൽ നിന്നാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് നമ്മൾ 2 പേരിടാൻ പോവാം. എത്ര പേര്? 2 പേര്. ചിലർക്ക് കുറേ പേര് നാട്ടുകാർ ഇട്ടുന്നിട്ടുണ്ടായിരിക്കും. പേര് ഇരട്ട പേരിടുന്ന, പക്ഷെ കുറേ ഇരട്ടകളുണ്ടായിരിക്കും. അത് മാറ്റി വെച്ചിട്ട് നമുക്ക് 2 പേരിടാൻ വേണ്ടി പോവാണ്. 2 പേര് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ പേര് വെറും പേര്, രണ്ടാമത്തെ പേര് ദ പേര്. എന്ത് പേര്? ദ പേര്. ദ പേര് മീൻസ് ദ നെയിം, ദ സെൽഫ് എന്ന രീതിയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ഡയമെൻഷനൽ ഫസ്റ്റ് സെൽഫിൽ ഉള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ നോക്കുന്ന സമയത്ത് 2 രീതിയിൽ നോക്കണം. ഒന്ന് ഷെരീഫ് കാസിമിയും ഫസ്റ്റ് സെൽഫ്. രണ്ടാമത്തത് ദ ഷെരീഫ് കാസിമിയും. ദ എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റ് ഇല്ലേ, ഒരു ദമ്മൊക്കെ ഇല്ലേ? മനസ്സിലായോ? ഇതുപോലെ വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ദ സെൽഫ് ഇൻ അസ്. മൾട്ടിപ്പിൾ സെൽഫ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നമ്മളെ പേര് കേൾക്കുമ്പോൾ തന്നെ, ഇപ്പം എൻ്റെ പേര് അദ്നാൻ എന്നൊരാൾ വിളിക്കുമ്പം, എന്നെ ഇഷ്ടപ്പെട്ട ഒരാൾ വിളിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എന്നെ ഒരാൾ, ഇപ്പോൾ സാലിക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗൈഡ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈഡ്, എനിക്കൊരു ഫീലുണ്ട്. അപ്പോൾ ഗൈഡ് എന്ന് എന്നെ വിളിക്കുമ്പം എനിക്ക് വരുന്ന ഫീല്, എൻ്റെ നാട്ടിലുള്ള ആരോ എന്നെ അങ്ങനെ വിളിക്കുന്ന ഫീലിംഗ്. എൻ്റെ നാട്ടുകാർ എന്നെ ഗൈഡ് എന്ന് വിളിക്കൂലല്ലോ. അപ്പോൾ ഗൈഡ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഹയർ ദ സെൽഫാണ് ഓൺ ആവുന്നത്. ക്ലിയർ ആണല്ലോ? മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ ഒരാൾ എന്നെ അടുത്തുണ്ട്, അതിനാനെ എനിക്കൊരു പ്രശ്നമുണ്ട്, എന്നിട്ട് ഇതൊന്ന് ശരിയാക്കി തരണം, എന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അവർ എന്നെ പെർസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? എൻ്റെ ഏത് സെൽഫിനെയാണ്? കോമൺ സെൽഫിനെയാണ് പെർസീവ് ചെയ്യുന്നത്. ഐ കനോട്ട് ഗിവ് സജഷൻസ് ദർ. അതേ സമയത്ത് ചിലർ ചോദിക്കാറുണ്ട്, നമുക്ക് നാട് മൊത്തം നന്നാക്കിയിട്ട് വീട് മാത്രം എന്താ നന്നാക്കാൻ പറ്റാത്തതെന്ന്. എന്നോട് ചോദിക്കുന്ന ചോദ്യമല്ല കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കണേ. അത് ശരി, എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമ്മ ഇവിടെ ഉണ്ട്, അപ്പോൾ ഇവരിവിടെ ഉണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റർ അവിടെ ഉണ്ട്, ആ സിസ്റ്ററിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് കുഞ്ഞു സിസ്റ്റർ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതേതായാലും സെറ്റാ, പണ്ട് മുതലേ സെറ്റാ. ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട, അതൊരു പോയിന്റ് ആണല്ലോ എന്നുള്ള കാര്യം. അതിനൊരു പോയിന്റ് ആക്കി എടുക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങൾക്കൊരു പോയിന്റ് മിസ്സായി, നിങ്ങൾ ഹയർ സെൽഫ് ഇമേജിലല്ല. ഗോട്ട് ഇറ്റ്? ഇങ്ങനെ ചെകഞ്ഞിങ്ങനെ പോവൂലേ, അപ്പം പിടിച്ചേക്കണം. വിട്ടു കൊടുത്താൽ പലതും നമ്മൾ അങ്ങനെ ചെകഞ്ഞു പോവും. അപ്പം നമ്മുടെ ദ സെൽഫ് എന്താവും? മിസ്സായി പോവും. അപ്പം എന്തുകൊണ്ടായിരിക്കാം പല ഇടങ്ങളിലും മാറ്റം ഉണ്ടാക്കുന്ന ആളുകൾക്ക് ചിലപ്പം അകത്ത് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റാത്തത്? കാരണം പുറത്തേക്ക് ഇറക്കുമ്പോൾ അവരെവിടെയാണോ മാറ്റത്തിന് വേണ്ടി ഇടപെടുന്നിടത്ത് വർക്ക് ചെയ്യേണ്ടത് ദ സെൽഫായിരിക്കും. എന്നാൽ വെറും സെൽഫ് മാത്രം നോക്കി കാണുന്നിടത്ത് ആ ഒരു മാറ്റം ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ കോച്ചസോ മറ്റുള്ളവരൊക്കെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഇവർ ചിലപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഉപദേശം കൊടുത്താൽ എല്ലാവരും സ്വീകരിച്ച് മാറും. വളരെ അടുത്തിരിക്കുന്ന ആളുകൾക്ക് ഉപദേശം കൊടുത്താൽ, എൻ്റെ ഒരു ഉപദേശം കൊണ്ട് വന്നുക പോയാണേ ആടും, എനിക്ക് വേറെ കാറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ പൊട്ടന് മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടൻ എന്താ മനസ്സിലാകാത്തത് ചിലർ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കാനുള്ള കാരണം? ദ ഫാക്ട് ഈസ് സിംപ്ലി, സെൽഫിൽ നിന്ന് എന്ത് കൊടുത്താലും മാറ്റം ഉണ്ടാവില്ല. ദ സെൽഫിനും കൊടുക്കണം. 100 ചില്ലാനും കുട്ടികൾക്ക് A+ വാങ്ങിച്ചു കൊടുത്ത ടീച്ചറാ. ഏത് ടീച്ചർ? ദ ടീച്ചർ. ആ ടീച്ചർ സ്വന്തം കുട്ടിയെ പഠിപ്പിക്കാൻ എന്തൊരു കഷ്ടപ്പാടാ അറിയോ? കാരണം സ്വന്തം കുട്ടിയെ പഠിപ്പിക്കുമ്പം ദ ടീച്ചർ അല്ല പഠിപ്പിക്കണത്, വെറും പാരന്റ് ആണ് പഠിപ്പിക്കണത്. ക്ലിയർ ആയോ? അപ്പൊ അവിടെ ആരാ വർക്ക് ചെയ്യുന്നത്? സെൽഫ്. വെറും സെൽഫ്, ഫസ്റ്റ് സെൽഫ് വർക്ക് ചെയ്യുന്നിടത്ത് മാറ്റം ഉണ്ടാവൂല. ഉറപ്പായല്ലോ? അപ്പൊ അവിടെ നമുക്ക് എങ്ങനെ ദ സെൽഫിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദ സെൽഫ് സ്പേസും ചെയ്യുമ്പോഴാണ് മാറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ്. ചില ആൾക്കാരെ പറ്റി നമുക്കറിയാം, അവിടെ നമുക്ക് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ്? അവർ പേഴ്സീവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾക്ക് ദ സെൽഫ് സ്പേസ് ആണ് തന്നത്, വെറും സെൽഫ് സ്പേസ് ആണ് തന്നത്. വെറും സെൽഫ് സ്പേസ് ആണ് തന്നെങ്കിൽ അവിടെ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂല. സോ നമുക്ക് 2 പേരിടാണ്. ഒരു പേര് പ്രവീൺ, രണ്ടാമത്തെ പേര് ദ പ്രവീൺ.
പ്രവീൺ എന്ന് പറഞ്ഞാൽ നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും കൂടി ഉണ്ടാക്കി തന്ന ഇമേജിൽ നിന്നുമുള്ള ഒരു പ്രവീൺ. ദ പ്രവീൺ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ നാട്ടുകാർ വീണ മീട്ടി ഉണ്ടാക്കി തന്ന പ്രവീണിൽ നിന്നുള്ള എല്ലാ വീണയും സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ട്രൂ ആയിട്ട് നിൽക്കുന്ന ഹയർ സെൽഫ് ഇമേജിൽ നിൽക്കുന്ന പ്രവീൺ, അതാണ് ദ പ്രവീൺ. നിങ്ങൾ ഒന്ന് നോക്കിക്കേ, നിങ്ങളിൽ ഒരു ദ സെൽഫ് എന്ന റോൾ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്കൊരു പുതിയ പദ്ധതി മനസ്സിലേക്ക് വരാം. പുതിയ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്ത ദ സെൽഫ് എന്നാ വരാം. പക്ഷെ പുതിയത് ചെയ്യണമെന്ന് ദ സെൽഫ് എന്നും ചിന്ത വരുമ്പം ഈ ചിന്തയും കൊണ്ട് നമ്മൾ ഈ ചിന്ത എവിടാ ഷെയർ ചെയ്യണത്? നിങ്ങൾക്ക് വെറും സെൽഫിൻ്റെ വില തരുന്ന ആളുകളുടെ ഇമേജ് ഉള്ള ഏരിയാസിലാണ് നിങ്ങളിത് കൊണ്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ദ സെൽഫിൽ നിന്നും വന്നിട്ടുള്ള ആശയങ്ങളോ ഐഡിയകളോ അതേ പവറിൽ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാനോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ പറ്റൂല. ക്ലിയർ? പോയിന്റ് മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ ട്രെയിനർ ആവണം എന്ന് തീരുമാനിച്ചു 2016-17 കാലഘട്ടത്തിൽ. അപ്പോൾ തീരുമാനിച്ചപ്പം അദ്നാൻ സാർ എന്ന് പറയുന്ന സെൽഫിലുള്ള ഒരു ടീച്ചറും ADN എന്ന് പറയുന്ന ദ സെൽഫ് എന്നുള്ളൊരു കോച്ചും വന്നു. മനസ്സിലായല്ലോ? അപ്പം ഇപ്പോഴും ഈ പാലത്തിൻ്റെ അതിലെ പറ്റി അപ്പുറത്തെ പാലം കടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അവിടെ കുറേ ആൾക്കാർക്ക് ഞാനിപ്പോൾ പണ്ടത്തെ അദ്നാൻ സാറാണ്. അപ്പം ഞാനിപ്പോൾ എന്തൊക്കെ പോയാലും എന്നോട് ഇപ്പോഴും ചിലർ ചോദിക്കും, കുട്ടികളൊക്കെ ഉണ്ടോ ക്ലാസ്സിന്? എന്ത് ക്ലാസ്? ട്യൂഷനിൽ കുട്ടികളൊക്കെ ഇല്ലേ? ഓരോടിപ്പോൾ ഞാൻ എന്താ പറയുക, ഞാനതല്ല, ഞാനിപ്പോൾ ഇൻ്റർനാഷണൽ ആണെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അബദ്ധം. അപ്പം പറയും കുഴപ്പമില്ലാതെ കുട്ടികളൊക്കെ ഉണ്ടെന്ന് പറയും. അതാണ് ഏറ്റവും നല്ലത്. അതെന്തുകൊണ്ടാ? അത് ഏത് സ്പേസാണ്? വെറും ഫസ്റ്റ് സെൽഫ് എന്നുള്ള ചോദ്യമാണത്. ദ സെൽഫ് എൻ്റെ ഉള്ളിൽ വന്നിട്ട് ഞാൻ ജോലി ചെയ്തിരിക്കുന്ന ആ ട്യൂഷൻ സ്പേസിൽ തന്നെ ഞാൻ നിന്നിട്ട് ദ സെൽഫ് എന്നും ഞാനിപ്പോൾ ഇവിടെ കയറ്റിയില്ലേ കുറേ കുട്ടികൾ, ഇവരെല്ലാവരും നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യണം മക്കളെ. ഇതെൻ്റെ ദ സെൽഫ് എന്നായിരുന്നു വന്നത്. പക്ഷേ എൻ്റെ ദ സെൽഫ് എന്ന് വന്നപ്പം അതേ ദ സെൽഫിനെ ഫീൽ ചെയ്യാൻ പറ്റിയ ഈ കുട്ടികൾ എൻ്റെ കൂടെ നിന്നു. അത് ഫീൽ ചെയ്യാൻ പറ്റാത്ത എൻ്റെ വെറും സെൽഫിനെ കണ്ടു മൂപ്പരോ അത് ചെയ്യണം, മൂപ്പര് എന്തുണ്ടാക്കാൻ ഇതിപ്പോൾ എന്താക്കാൻ വെറുതെ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കും. കാരണം ദേ കനോട്ട് ആക്സെപ്റ്റ് വൈ ഞാൻ നിൽക്കുന്നത് എൻ്റെ ദ പോയിന്റിലാണ്, അവരിരിക്കുന്നത് ദ ഇല്ലാത്ത പോയിന്റിലാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അങ്ങനെ നോക്കി കാണുന്നവർക്കിടയിലേക്ക്, ആ പഴയ സെൽഫിൽ നോക്കി കാണുന്നവരുടെ ഇടയിലേക്ക് എൻ്റെ ഹയർ സെൽഫ്, ട്രൂ സെൽഫ്, അതിലൊരു ആശയവുമായി ഞാൻ പ്രവർത്തിക്കാൻ പോയാൽ എനിക്ക് പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണോ? മനസ്സിലായല്ലോ? അപ്പോൾ അദ്നാൻ സാറ് എന്നറിയപ്പെടുന്നിടത്തുള്ള ആളും ADN എന്ന് പറയുമ്പോൾ അറിയപ്പെടുന്ന ഓഡിയൻസ് രണ്ടാ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ആ ഓഡിയൻസിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഞാൻ ഓർക്ക് വേണ്ടി അദ്നാൻ സാറായിട്ട് ഇങ്ങനെ ഇരുന്ന് കൊടുക്കും. എന്നിട്ട് മോള് പഠിക്കണില്ല, എന്താ ഇപ്പം പറയാ, ഞാൻ ഏതാണ് എപ്പോഴാണ് എക്സാം, ഇപ്പം ഏതാ എക്സാം നടക്കുന്നതെന്ന് എനിക്കൊരു ബോധമില്ല. ചില സമയത്ത് ഇങ്ങനെ എത്തുന്നത് ഇപ്പം ഇനി ഇത് നടക്കാൻ പോകാൻ ഞാൻ പണ്ട് അറിയാമായിരുന്നു ഓരോ എക്സാം എവിടെ, മോഡൽ എക്സാം എപ്പോൾ, നീറ്റ് എക്സാം എപ്പോൾ അറിയാമായിരുന്നു. ഇപ്പം നമ്മളെ കപ്പ് ഓഫ് ടീ എല്ലായിട്ടും മാറിയത് കൊണ്ട് അതിനെ പറ്റിയിട്ട് ഒരു അറിയൽ പോലും ഇല്ല. ഇത് സെൽഫിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ ഏരിയയിലുള്ളതിൽ മാത്രമേ നമ്മൾ വ്യാപൃതരാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ രണ്ട് സ്പേസ് കൊടുത്തപ്പം ഞാൻ ആദ്യം എനിക്ക് കൊടുത്ത ചലഞ്ച് എന്താ അറിയോ? നിങ്ങളെല്ലാവരും കൊടുക്കണം ഈ ചാലഞ്ച്, സീരിയസ് ആണെങ്കിൽ. അല്ലെങ്കിൽ മറ്റേ സെൽഫിൽ തന്നെ ഇരുന്ന് മോട്ടിവേഷൻ എടുത്തിട്ട് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും നാളെ പ്രതികാരം ചെയ്യാൻ തന്നെ ഇരുന്നോളൂ. സീരിയസ് ആണെങ്കിൽ, സിൻസിയർ ആണെങ്കിൽ. ഞാൻ എനിക്ക് കൊടുത്ത ടാസ്ക് എന്താ അറിയോ? എൻ്റെ ദ സെൽഫിൽ നിന്ന് വന്നിരിക്കുന്ന ADN എന്ന് പറഞ്ഞ ADN ടോക്സ് എന്ന് പറഞ്ഞൊരു ആശയം, ആ സെൽഫിൽ എനിക്ക് നിൽക്കണമെങ്കിൽ ആ സെൽഫിനെ വാല്യൂ ചെയ്യുന്നവർക്കിടയിലായിരിക്കണം ഞാൻ നിലകൊള്ളേണ്ടത്. ആ സെൽഫിനെ കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നവരെ, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരിടയിലായിരിക്കണം. പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. മനസ്സിലായോ? അങ്ങനൊരു ആശയം മുകളിലുള്ളവനാണല്ലോ നമുക്ക് തോന്നിപ്പിച്ചു തരുന്നത്. അപ്പം അങ്ങനൊരു വളരെ സമ്പന്നമായ ആശയം നമുക്ക് തോന്നിപ്പിച്ച് തന്നിട്ട് ആശയദാരിദ്ര്യമുള്ളവർക്കിടയിൽ ആ ആശയം കൊണ്ട് നമ്മൾ ചെന്നിട്ട് നമ്മളുടെ സമ്പന്നമായ ആശയത്തെ കൂടിയിട്ട് ദരിദ്രമാക്കി മാറ്റാൻ നമ്മൾ വഴി വെക്കരുത്. ക്ലിയർ? ഒരിക്കലും വെക്കാൻ പാടില്ല. അപ്പോൾ വാട്ട് ഐ ഡിഡ്, ഞാൻ ചെയ്തൊരു കാര്യം, എനിക്കൊരു പ്രോമിസ് കൊടുത്തു. ഇപ്പോൾ ADN അറിയാത്തവർ കൂടുതലും അദ്നാൻ സാറിനെ അറിയുന്നവർ കൂടുതലുമാണ്. റൈറ്റ്? അപ്പം ഞാൻ പുതിയ ADN ടോക്സ് എന്ന് പറഞ്ഞാൽ ഓർക്ക് തലയിൽ അദ്നാൻ സാർ തന്നെ കയറുള്ളൂ. അപ്പം പ്രവീണ് പോയിട്ട് ഞാൻ ദ പ്രവീണാണ്, എനിക്ക് ഈ വെറും പ്രവീണ, ഈ വെറും പ്രവീണ, നീ വെറും പ്രവീണ, ഞാൻ ദ പ്രവീൺ, വെറും പ്രവീൺ.
ദ പ്രവീൺ വെറും പ്രവീൺ, ദ പ്രവീൺ വെറും പ്രവീൺ, ദ പ്രവീൺ വെറും പ്രവീൺ. നമ്മളൊരു ഭാഗത്ത് ദ പ്രവീൺ അടിക്കും, ഇപ്പുറത്തെ ഒരാൾ വെറും പ്രവീൺ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എനിക്ക് കൊടുത്തൊരു ചലഞ്ച്, അദ്നാൻ സാറെ അറിയുന്നവരെക്കാളും കൂടുതൽ ADN അറിയുന്നവർ സംഭവിച്ചാൽ മാത്രമേ എനിക്ക് ഈ ദ സെൽഫ് എന്നുള്ള ആ ഒരു വ്യതിചലനത്തിനും കംപ്ലീറ്റ് ആയിട്ട് ദ സെൽഫിൽ നിലകൊള്ളാൻ വേണ്ടി പറ്റുള്ളൂ. സോ എനിക്കൊരു ടാർഗറ്റ് കൊടുത്തു. ഞാൻ എത്ര കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇത്ര കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാളും കൂടുതൽ കുട്ടികൾക്ക് മുന്നിൽ ഞാൻ ദ സെൽഫ് എന്നുള്ള ADN ആയിട്ട് പ്രത്യക്ഷപ്പെടണം. ആ പ്രത്യക്ഷപ്പെടൽ അദ്നാൻ സാറായിട്ട് അറിയുന്നവരെക്കാളും കൂടുതൽ ADN ആയിട്ട് ഞാൻ പ്രത്യക്ഷപ്പെടാനുള്ള റോൾ എടുത്ത് അത് കറക്റ്റ് ചെയ്ത് ഏകദേശം 1000, 10,000, 50,000, 1,00,000 ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് പിന്നെ അദ്നാൻ സാർ അറിയുന്നവരെക്കാളും കൂടുതൽ ADN അറിയുന്നവരായി മാറി. അതെനിക്ക് ബോണസാ. കാരണം എന്താ, അത്രയും ആളുകൾ എന്നെ ദ സെൽഫിലെ ദ ഗൈഡായിട്ടല്ലേ കാണുള്ളൂ. അപ്പൊ എൻ്റെ സെൽഫ് ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആദ്യം എന്നെ സഹായിച്ചത് ഞാൻ തന്നെയല്ലേ. നിങ്ങൾ അങ്ങനെ നിങ്ങളെ സഹായിക്കുമെന്നുള്ള ഇപ്പോഴത്തെ പേരിൽ നിങ്ങൾ ആർക്കൊക്കെ അറിയാവോ അവരെക്കാളും കൂടുതൽ ആളുകൾക്ക് അതിനേക്കാളും ഉയർന്ന പേരിൽ നിങ്ങളെ അറിയാൻ പാകത്തിന് നിങ്ങൾ വളരണം. മനസ്സിലായോ? നമ്മൾ എന്താ ചെയ്യണത്? ഇപ്പോഴത്തെ പുതിയ ഉദ്ദേശം എന്താണോ, പദ്ധതി എന്താണോ, അതേ കാര്യത്തെ ഇത് അറിയാത്ത പഴയ സെൽഫിനെ അറിയുന്നവർ തന്നെ അറിയിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്താ പറയുന്നത്, ഇതൊന്നും റെഡിയാവും തോന്നില്ല, ആരും എന്നെ മനസ്സിലാക്കണില്ല ഗൈഡേ, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല ഗൈഡേ. ഓൾറെഡി നിങ്ങളെ സെൽഫിൽ മനസ്സിലാക്കിയ ആളുകൾക്ക് തിരുത്തി ദ സെൽഫിൽ മനസ്സിലാക്കാനുള്ള കഷ്ടപ്പാടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ കെട്ടിയോൾക്ക് പോലും നിങ്ങൾ എന്താന്ന് തിരിയുന്നുണ്ടാവില്ല. കാരണം എന്താ, ഓരോ സമയത്ത് ഓരോ സെൽഫായിട്ട് നട്ടം തിരിയായിരിക്കും നമ്മൾ. അപ്പം പുതിയ ദ സെൽഫിൽ നിന്ന് എന്തേ കൊണ്ടുപോയ കെട്ടിയോൾ എന്താക്കും, പഴയ സെൽഫ് കൊണ്ട് കെട്ടിയിടും, എന്നിട്ട് അതിൻ്റെ വഴിക്ക് വിടും. അപ്പൊ ഡ്രീം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പൊ ദ സെൽഫിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് 2 പേരിടാണ്. ഒന്ന് വെറും സെൽഫ്, പിന്നെ ദ സെൽഫ്. ട്യൂഷൻ ക്ലാസ്സിലെ ഫ്രെയിമും വെച്ചിട്ട് ADN ടോക്സിന്റെ പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ? പറ്റൂലോ. നോ, അതിന്റെ ഫ്രെയിം വേറെയാണ്. സോ വി ഹാവ് ടു സെറ്റ് അനദർ ഫ്രെയിം. ഇതുപോലെ തന്നെയാണ് എനിക്ക് ബിസിനസ് ഒക്കെ അറിയാം, ഞാൻ കുറെ മസാല കച്ചവടം നടത്തിക്കണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ ഒക്കെ റെഡി ആയിട്ടും കാര്യമില്ല, പഴയ മസാല കച്ചവടക്കാരനുള്ളിൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടായിരിക്കും. ക്ലിയർ ആയോ? അപ്പം ഓരോ സ്പേസും ഡിമാൻഡ് ചെയ്യണ ഓരോ സെൽഫുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മൾട്ടിപ്പിൾ സെൽഫുകളെ ബിൽഡ് ചെയ്യണതിന് പിന്നെ എന്നിലെ തന്നെ സെൽഫിലെ ആ ട്രൂ പാർട്ടായി കിടക്കുന്ന, ബാക്കിയുള്ളവരുടെ കടിയില്ലാതെ പറ്റിപ്പിടിക്കലുകൾ ഇല്ലാതെ കിടക്കുന്ന ദ സെൽഫിനെ ക്ലെയിം ചെയ്യുക. ആർ യു റെഡി ടു ആക്സെപ്റ്റ് ദ സെൽഫ് ഇൻ യു? നിങ്ങൾക്കൊക്കെ ഒരു ദ സെൽഫ് ഉണ്ടെന്ന് പറയാൻ ഓക്കെ ആണോ? നിങ്ങൾക്ക് ദ സെൽഫ് കുറച്ച് സമയം ഉണ്ടാവും, ദ സെൽഫ് കുറേ നേരം ഉണ്ടാവില്ല. എന്നിലെ ദ സെൽഫ് എപ്പോഴാണ് ഉണ്ടാവുക? ഞാൻ സെഷൻ എടുക്കുമ്പോൾ, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അല്ലാണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടിരിക്കുമ്പോൾ ഞാൻ ഉമ്മനെ പറയുമ്പോൾ ഞാൻ ദ സെൽഫിലാണ് എന്ന് പറഞ്ഞിരുന്ന പരിപാടി എടുക്കൂല. പോയിന്റ് മനസ്സിലായോ? അപ്പം അതിനുള്ള സ്പേസ്, ദ സെൽഫിന് കൊടുക്കേണ്ട സ്പേസ് നമ്മൾ കൊടുക്കണം. ആ സ്പേസ് എവിടുന്നാ കൊടുത്തു തുടങ്ങുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ബാക്കിയുള്ള ഫസ്റ്റ് ഡയമെൻഷൻ സെൽഫിലുള്ള ഒക്കെ മാറ്റി വെച്ചിട്ട് വെറുതെ തുടക്കത്തിൽ ഇരിക്കാൻ പറഞ്ഞില്ല, എൻ്റെ കൂടെ ഇരിക്കാന്ന് പറയുമ്പം എന്നിൽ ആരുടെ കൂടെയാണ് ഇരിക്കുന്നത്? ദ സെൽഫിൻ്റെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത്, വേറൊന്നുമല്ല. അപ്പം പേരുണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ, ഇപ്പോൾ ഹാജറ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വെറുതെ നിങ്ങളുടെ പേര് നിങ്ങളുള്ളിൽ ആവർത്തിക്കുന്ന സമയത്ത് ആ പേര് നിങ്ങളിങ്ങനെ പറയുമ്പം ആരുടെ ശബ്ദത്തിലാണ് നിങ്ങളുടെ പേര് കേൾക്കണമെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ആളുടെ ഡയമെൻഷനുള്ള സെൽഫ് ഇമേജ് ആണ് അപ്പം വർക്ക് ചെയ്യണത്. നമ്മളൊക്കെ നമ്മളെ പേര് പറയല്ലോ, നമ്മളുടെ പേര് ഒരിക്കലും നമ്മൾ വിളിക്കണമായിട്ട് നമുക്ക് തോന്നൂല. നമ്മളെ പേരിനെ കുറിച്ച് ഓർക്കുമ്പം നമ്മളെ വിളിക്കുന്ന പല ആൾക്കാർ ആ പേര് വിളിക്കുന്ന ആരുടെങ്കിലും ഒരു വോയിസിലായിരിക്കും നിങ്ങളെ പേര് കേൾക്കാം. നിങ്ങൾ കണ്ണടിച്ച് നിങ്ങളെ പേരൊന്ന് പറഞ്ഞു നോക്കിയേ, പറയല്ല, ഫീൽ ചെയ്ത് നോക്കിയേ, ആരുടെ ശബ്ദമാണ് വരണേ നോക്കിയേ. പല സമയത്തും പല ആൾക്കാരുടെ ശബ്ദം വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ശബ്ദം ശ്രദ്ധിക്കാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ശ്രവിച്ചു. പല സമയത്തും നിങ്ങളുടെ പേര് തന്നെ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുമ്പോൾ അടുത്ത വീട്ടിലെ അയ്മുട്ടിക്കായിരിക്കും ഉള്ളിൽ ഒന്ന് ആലോചിക്കണേ. മനസ്സിലായോ? സുബൈറെ എന്നുള്ള മൂപ്പരെ വിളിയിലായിരിക്കും, നമ്മൾ ട്യൂണിലായിരിക്കും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഐഡിയകളെ വരും. ഞാനല്ല ചിന്തിക്കുന്നത്, സുബൈർക്ക ഇൻസ്പയർഡ്, അയ്മുട്ടിക്ക ഇൻസ്പയർഡ്, സുബൈർക്ക സെൽഫ് ഇമേജ്. പോയിന്റ് മനസ്സിലായോ?
ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പം ഞാൻ ചിന്തിക്കുന്നത് പറയുമ്പോൾ പോലും നമ്മൾ നോക്കണം, ഇത് ഞാൻ തന്നെയാണോ ചിന്തിക്കുന്നത്, എൻ്റെ ചിന്തകൾക്ക് ആരുടെ ശൈലിയാ വരുന്നത് നോക്കണം. നോക്കിക്കൂടെ? ഇതാണ് കണ്ടംപ്ലേഷൻ. ഇത് ചെക്ക് ചെയ്യലാണ് സെൽഫ് ആക്ച്വലൈസേഷന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. സെൽഫ് അവെയർനെസ്. ഒന്ന് ഉറക്കെ പറയോ? സെൽഫ് അവെയർനെസ് മീൻസ് എൻ്റെ സെൽഫിൽ ഇപ്പൊ സംഭവിക്കുന്ന പ്രതിഭാസം, എന്നിലൂടെ നടക്കുന്ന ഈ ചിന്താ പ്രവർത്തനം ആരുടെ ശബ്ദത്തിലാണ് പ്രവർത്തിക്കുന്നത്? എൻ്റെ ശബ്ദത്തിലാണോ വേറെ ആരുടെയെങ്കിലും ശബ്ദത്തിലാണോ? ഉള്ളോട്ട് നോക്കിയാൽ ലിസൺ ടു യുവർ ഹാർട്ട്, ഫോളോ യുവർ ഹാർട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യെസ് ഐ ആം ലിസണിങ് ടു മൈ ഹാർട്ട്, ഐ ആം ഫോളോയിങ് മൈ ഹാർട്ട് എന്ന് ഒരാൾ പറയുമ്പോൾ ആക്ച്വലി അയാളുടെ ഹൃദയത്തിലൂടെ സംസാരിക്കുന്നത് വേറെ ആളുടെ വോയിസ് ആണെങ്കിൽ യു ആർ നോട്ട് ലിസണിങ് ടു യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ കൂടിയിരിക്കുന്ന വേറെ ഏതോ ഒരാളുടെ ഹൃദയത്തെ നിങ്ങൾ എന്ത് ചെയ്യണത്? കേട്ടോണ്ടിരിക്കണത്. അതൊക്കെ ഫസ്റ്റ് സെൽഫിൽ വരും. മൂപ്പരൊക്കെ നമ്മൾ നേരത്തെ കൊടിഞ്ഞിട്ടില്ല. ഒന്നുകൂടി കൊടയണോ? നേരത്തെ കൊടിഞ്ഞ പോലെ പോയിട്ടില്ല. മനസ്സിലായല്ലേ? അപ്പോൾ ഇത് നമ്മളായി തന്നെ കൊടിഞ്ഞ് കളയാണെങ്കിൽ ഒഴിപ്പിക്കാൻ പുറത്തൊന്നും വേറെ ആരും കൊണ്ടുവരണ്ട. മനസ്സിലായല്ലേ? നമ്മൾ കൊടിയാതിട്ട് കഴിഞ്ഞാൽ അത് ഉള്ളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് പിന്നെ ആരെങ്കിലൊക്കെ വരും. അപ്പോൾ ഒരു പറയും മൂത്ത എന്തോ ഒന്നാ പിടിപെട്ടിരിക്കുന്നത്, ഹോമം വേണ്ടി വരും എന്ന് പറയും. അപ്പോൾ എനിക്കും തോന്നിയിരിക്കണം എന്തോ എനിക്ക് പറ്റിക്കുന്നു, ആരോ എന്തോ എനിക്ക് ചെയ്തതാ. എന്താ ഇപ്പം ചെയ്ത്? അയ്മുട്ടിക്കൻ്റെ സുബേറ എന്നുള്ള വിളി അയ്മുട്ടിക്കൻ്റെ ശബ്ദത്തിൽ കയറിയിരിക്കുക. അപ്പം പറയെന്താ, നിങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള ആരോ എന്തോ ചെയ്യാനാ സാധ്യത. നിങ്ങളൊന്ന് കണ്ണടിക്കൂ, നിങ്ങളുടെ മനസ്സിലേക്ക് ആര് വരുന്നു? എൻ്റെ മനസ്സിലേക്ക് ഇതാ മൂപ്പരെ മുഖം ഇങ്ങനെ വരുന്നുണ്ട്. മൂപ്പരെന്നാ അങ്ങേരെന്നാ ചെയ്തത്. അതിപ്പോ നിങ്ങളുടെ ഇന്നർ വോയിസ് ആരുടേതാണോ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ആളുടെ ഫേസ് ആ മൈൻഡിലേക്ക് വരാം. മനസ്സിലായോ? ഇനി വേറെ ചിലയിടത്ത് പോകുമ്പോൾ വരും, ഞാൻ എൻ്റെ ജ്ഞാന കോണകത്തിൽ വെച്ച് ഒന്ന് നിരീക്ഷിക്കുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കുറച്ച് തടിച്ചിട്ടുള്ള ഏകദേശം ഇരിയ നിറമുള്ള കുറച്ചൊരു പ്രായമുള്ള എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ഫീച്ചേഴ്സ് ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ സബ് കോൺഷ്യസ് അങ്ങനത്തെ ഒരു കഥാപാത്രത്തെ സ്കാൻ ചെയ്യാൻ തുടങ്ങും. മൂപ്പര് 4 പറയുമ്പോഴത്തേക്ക് 5 6 നമ്മൾ കൂടി ആഡ് ചെയ്തിട്ട് അറിയും, എനിക്ക് ഒരാളെ മൈൻഡിലേക്ക് വരുന്നുണ്ട്, അവരാവാനാ സാധ്യത. എനിക്ക് അപ്പയെ തോന്നിക്കണേ. എന്തിനാണ് നമ്മളുടെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ളിൽ ഉത്തരം തരയാതെ പുറത്തുനിന്ന് ഒരാളെ കിട്ടിയാൽ സമാധാനായി, ഒരു കാരണമാണല്ലോ, ഇനി ഓരോ പൈചാരി ജീവിക്കാലോ, സമാധാൻ. ചുറ്റിലും ശത്രുക്കളാ. എല്ലാവരും പോലെ എന്താ? ചുറ്റിലും ശത്രുക്കളാ. ഈ ചുറ്റിലുമുള്ള ശത്രുക്കളല്ല പ്രശ്നം. ചുറ്റിലുമുള്ള ശത്രുക്കളെക്കാളും അപകടം നിങ്ങളുടെ സെൽഫ് ഇമേജിലുള്ള ശത്രുക്കളുടെ ശബ്ദമാണ്. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ലിസൺ ടു യുവർ ഇന്നർ വോയിസ്. നിങ്ങളുടെ ഇന്നർ വോയിസിലേക്ക് നോക്കൂ. അമ്മയെ കാണുന്നു, അമ്മ സ്നേഹത്തോടുകൂടി വരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം എൻ്റെ ഫ്രഷ് അമ്മായിയമ്മ, ഉള്ളിലുള്ളതോ പഴയ ഓൾഡ് അമ്മായിയമ്മ, മറ്റേ പരസ്പരത്തിലെ അമ്മായിയമ്മ. മനസ്സിലായല്ലേ? അമ്മായിയമ്മ ഇങ്ങനെ മോളെ എന്ന് വിളിക്കുമ്പോൾ മോളെ എന്നാണ് പുറത്തുനിന്ന് അമ്മായിയമ്മ വിളിക്കണേ. പക്ഷെ ഉള്ളിലെ സെൽഫ് ഇമേജിൽ ഞാൻ കേട്ട് പതിഞ്ഞ് ഏതൊരു വോയിസിലാണ് ആ അമ്മായിയമ്മ ഞാൻ ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അധികം വൈകാതെ തന്നെ ഈ അമ്മായിയമ്മ അങ്ങനെയായിട്ട് നമുക്ക് അനുഭവപ്പെടും. നേരത്തെ എൻ്റെ ശബ്ദത്തിൻ്റെ കഥ പറഞ്ഞില്ലേ, അതേപോലെ ആയിക്കോളും. അപ്പം എനിക്ക് പണ്ടേ തോന്നലുണ്ട് ഇതിങ്ങനെയൊക്കെ തന്നെ ആവുള്ളൂ എന്ന്. കാരണം പണ്ടേ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും ഇൻസ്പയർഡ് ആയിട്ട് വർക്ക് ചെയ്യരുത്. ഇതിൽ നിന്നുകൊണ്ട് ബിസിനസ് ചെയ്താൽ പാർട്ട്ണർ എന്തായാലും പറ്റിക്കും. അയാൾക്ക് പറ്റിക്കാൻ തോന്നുന്നില്ലെങ്കിൽ കൂടി നിങ്ങളൊന്ന് പറ്റിച്ചാളെന്ന് ഓർക്കൊരു തോന്നലാണ്, വെറുതെ ഒരു തോന്നല. ആർക്ക് പണി കൊടുത്തിട്ടില്ലെങ്കിലും ഓനിക്ക് ഞാനൊരു പണി കൊടുക്കും. വെറുതെ ഇതുവരെ ആരും പണി കൊടുക്കാത്ത ആളാ. പണി നമ്മൾ ചോദിച്ച് വാങ്ങിക്കുന്നു. അതിന് അവസരം കൊടുക്കരുത്. അപ്പം ലിസൺ ടു യുവർ ഇന്നർ വോയിസ്, സിറ്റ് വിത്ത് യുവർ സെൽഫ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ ദ സെൽഫ് ആക്ച്വലൈസേഷൻ. അത് ഒന്നാമത്തെ ആക്ച്വലൈസേഷൻ നിങ്ങൾക്ക് നടന്നു കഴിഞ്ഞു. നമ്മളിൽ 2 സെൽഫ് ഉണ്ട്. ഒന്ന് ഒരുപാട് ആളുകൾ കുടിയിരുത്തപ്പെട്ട കോമൺ സെൽഫ്, ഫസ്റ്റ് സെൽഫും, രണ്ടാമത്തത് ദ സെൽഫും. ക്ലിയർ ആണല്ലോ? ഇതിൽ ദ സെൽഫിനെ കുറിച്ച് അവെയർ ആയിട്ടിരിക്കുന്നിടത്താണ് സെൽഫ് അവെയർനെസ് വേണ്ടത്. ക്ലിയർ ആണോ? പല ആൾക്കാരും പറയും ഞാൻ ഭയങ്കര സെൽഫ് അവെയർ ആണെന്ന് പറയും. ചില ആൾക്കാർ കുറച്ചുകൂടി മൊഞ്ചു കൂട്ടി പറയും. എന്താ പറയാ അറിയോ? ഞാൻ ഭയങ്കര സെൽഫ് കോൺഷ്യസാണ്, ഞാൻ ഭയങ്കര
സെൽഫ് കോൺഷ്യസാ. ഈ സെൽഫ് കോൺഷ്യസ് എന്നുള്ള വാക്ക് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അതേഴ്സിലുള്ള ആങ്സൈറ്റിയാണ് എൻ്റെ സെൽഫ് കോൺഷ്യസ്. ഞാൻ എപ്പോഴും എന്നെ ഒന്ന് ശ്രദ്ധിക്കും. കാരണം എന്താ, ആൾക്കാരൊക്കെ നോക്കണല്ലേ, ഞാൻ ഭയങ്കര സെൽഫ് കോൺഷ്യസാണ്, ഞാൻ സെൽഫിൽ കോൺഷ്യസ് ആവാനുള്ള കാരണം എന്താ, ഞാൻ മറ്റുള്ളവരിൽ ഭയങ്കര ആങ്ഷ്യസാണ്. ക്ലിയർ? സോ ഇതേപോലെ സെൽഫ് കോൺഷ്യസ് ആകട്ടെ, സെൽഫ് അവെയർനെസ് ആകട്ടെ, സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഫസ്റ്റ് സെൽഫ് അവെയർനെസ്സിനെ പ്രൊമോട്ട് ചെയ്യരുത്. ഓക്കെ അല്ലേ? പലരും പറയും സെൽഫ് അവെയർനെസ്, നമ്മളിൽ അവെയർ ആവാന്ന് പറയും. പക്ഷെ ഒരിക്കലും ഫസ്റ്റ് സെൽഫിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവെയർ ആകേണ്ടത്. നമ്മളൊരു പുസ്തകം വായിച്ചു, ഒരാൾ പറഞ്ഞു നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളെ കാര്യങ്ങൾ സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. എൻ്റെ ദ സെൽഫിലെ കാര്യമാണോ ഞാൻ സൂക്ഷിച്ചത്, അല്ലെങ്കിൽ ആരോ ഉണ്ടാക്കി തന്ന സെൽഫിന്റെ കാര്യമാണ് ഞാൻ സൂക്ഷിച്ചത്? ചില ആളുകൾക്ക് ദ സെൽഫിന്റെ കാര്യം സൂക്ഷിക്കാൻ അറിയാത്തത് കൊണ്ട് കോമൺ ആയി കിടക്കുന്ന മൾട്ടിപ്പിൾ സെൽഫുകളുടെ കാര്യങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു പോവാ. പക്ഷെ കാര്യമൊന്നും റെഡി ആവൂല. ഇവര് പറഞ്ഞോടിക്കും സെറ്റ് ആവുന്നില്ല. ഇത്ര ഞാൻ സൂക്ഷിച്ചില്ലേ? നിങ്ങളെയല്ല സൂക്ഷിച്ചത്, നിങ്ങളുടെ അതിസൂക്ഷ്മ തലത്തിലൂടെ പ്രവേശിച്ച മറ്റുള്ളവരുടെ ബോധത്തെയാണ് നിങ്ങളിലൂടെ നിങ്ങളെ സൂക്ഷിക്കുന്നതിലൂടെ സൂക്ഷിക്കാൻ ശ്രമിച്ചത്. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ നമുക്ക് രണ്ട് സെൽഫ് വെച്ചിട്ട് ദ സെൽഫ് എന്ന് പറയുന്നിടത്ത് അതൊന്നുമില്ലാത്ത രാവിലെ ഞാൻ ഇരിക്കാൻ പറഞ്ഞത് ആ ബോധത്തിലാണ്. അങ്ങനത്തെ ദ സെൽഫ് തുടക്കത്തിൽ അതിനെപ്പറ്റി അവെയർനെസ്സാണ് വേണ്ടത്. ഇപ്പൊ ദ സെൽഫിനെ പറ്റി നിങ്ങൾക്ക് അവെയർനെസ് ഉണ്ടോ? ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് അറിഞ്ഞോ? അതാണ് സെൽഫ് അവെയർനെസ്. ക്ലിയർ? അപ്പം ഒരു കോമൺ ആയിട്ടുള്ള ആളുടെ സെൽഫ് അവെയർനെസ്സും ദ സെൽഫ് എന്നതിനെ തിരിച്ചറിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന സെൽഫ് അവെയർനെസ് തമ്മിൽ വ്യത്യാസമുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ സെൽഫ് അവെയർനെസ് പറയുമ്പോൾ അടുത്ത ചോദ്യം, ഫസ്റ്റ് സെൽഫോ ദ സെൽഫോ, പ്രവീൺ സെൽഫോ ദ പ്രവീൺ സെൽഫോ? ക്ലിയർ ആയോ? ഇതിൽ ഏതിലാണ് അവെയർ? ഞാൻ അദ്നാർ എന്ന സെൽഫിലാണോ അവെയർ ആകേണ്ടത്, എൻ്റെ ദ സെൽഫ് ആക്കുന്ന ഏഡിയൻ എന്ന സെൽഫിലാണോ ഞാൻ അവെയർ ആകേണ്ടത്? എനിക്ക് ഈ ഭൂമിയിൽ ചെയ്യാനുള്ളത് ഏഡിയൻ ആയിട്ടുള്ള കാര്യമാണല്ലോ. അതല്ലേ എനിക്ക് കൂടുതൽ ആളുകൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ആ കാര്യത്തിലല്ലേ? അപ്പോൾ അതിലല്ലേ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? അത് ശ്രദ്ധിക്കേണ്ട പോലെ ശ്രദ്ധിച്ചാൽ എൻ്റെ അദ്നാൻ പാർട്ട് വേണ്ട പോലെ എന്നെ ടേക്ക് കെയർ ചെയ്തോളും. അതിൽ വരുന്നത് എൻ്റെ കുടുംബം, അതിൽ വരുന്നതാണ് എൻ്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും. ഇതൊക്കെ ഭംഗിയിൽ നിൽക്കും. ഞാൻ എൻ്റെ അദ്നാൻ എന്ന സെൽഫിൽ ഇൻസ്പയർഡ് ആയി പോകുന്ന സമയത്ത് എൻ്റെ ദ സെൽഫിൽ ഞാൻ കണക്റ്റഡ് അല്ല. ദാറ്റ് ഈസ് ട്രൂ സെൽഫിൽ ഞാൻ കണക്റ്റഡ് അല്ല. അതിൽ കണക്റ്റഡ് അല്ലാതിരിക്കുമ്പം എനിക്കൊരിക്കലും ദ സെൽഫിൽ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സെൽഫാണ് തേർഡ് സെൽഫ്, ഹയർ സെൽഫ്. ഇറ്റ് ഈസ് ഡിവൈൻ. ഹയർ സെൽഫ്. മനസ്സിലായോ? അപ്പോഴാണ് സൂര്യന്റെ വെളിച്ചം കിട്ടാന്ന് പറയില്ലേ? സൂര്യന്റെ വെളിച്ചം ഹയർ സെൽഫ് എന്നാണ് കിട്ടുന്നത്. ആ വെളിച്ചം കിട്ടണമെങ്കിൽ ദ സെൽഫിന്റെ പൊസിഷനാ കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഫസ്റ്റ് സെൽഫിനെ ദ സെൽഫിലേക്ക് ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ മാത്രമാണ് ഹയർ സെൽഫ് ആകുന്ന സൺലൈറ്റ് പോലെ ലൈറ്റ് നമുക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റാ. ക്ലിയർ? പക്ക അല്ലേ? അവെയർനെസ് ഉണ്ടല്ലോ. ഫസ്റ്റ് സ്റ്റെപ്പായി പറഞ്ഞിരിക്കുന്നത് സെൽഫ് അവെയർനെസ്, സെൽഫ് ആക്ച്വലൈസേഷൻ്റെ ഒന്നാമത്തെ ഘട്ടം. ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇതിൽ നമ്മൾ അവെയർ ആവുക എന്നുള്ളതാണ്. അപ്പം ഇന്ന് ഈ മെഗാ ഇവന്റിൽ വരുന്ന ആളുകൾക്ക് ഇനി ഫോളോ യുവർ ഹാർട്ട് എന്ന് പറയുമ്പം സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നതിനേക്കാളും അഡ്വാൻസ് ചിന്തിക്കാൻ പറ്റുമോ? ഫോളോയിങ് ദ സെൽഫാണോ ഫോളോയിങ് ദ സെൽഫാണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. ആ ഡിഫറൻസിയേഷൻ കിട്ടിയാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള വേണ്ടാത്ത കൗൺസിലിംഗ് ഉള്ളിൽ നിന്നുള്ളത് കട്ട് ചെയ്യാൻ പറ്റും. ഇന്നർ വോയിസ് നമ്മളെ വഴി പിഴപ്പിക്കുന്നത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റുള്ളവരാൽ ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടായിട്ടുള്ള സെൽഫ് ഇമേജിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. സോ സെൽഫ് അവെയർനെസ് അബൌട്ട് ദ സെൽഫ്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മൾ ദ സെൽഫ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടാക്കി. നിങ്ങൾ ദ സെൽഫിന് എന്തെങ്കിലും പേരിട്ടോ. ചില ആക്ടേഴ്സ് ഇവർക്കൊക്കെ സെൽഫ് എസ്റ്റീം കൂടുതലായിരിക്കുമല്ലോ, സെൽഫ് ഇമേജും കൂടുതലായിരിക്കുമല്ലോ. ആദ്യം അത്ര ഒന്നും ഉണ്ടാവില്ല. ഇവർ വലിയ സ്റ്റാർസൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവരെ കരിസ്മ ഓറ ഒക്കെ ഭയങ്കര ഷിഫ്റ്റ് വരാറുണ്ട് അല്ലേ? ഭയങ്കര ഷിഫ്റ്റ് വരാറുണ്ട്. മാത്രമല്ല അവരതിന് മുന്നേ അവർക്ക് സെൽഫ് കെയർ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടി ആ ഒരു എക്സ്പ്ലോറിങ് വന്നതിന് ശേഷം അവർ സെൽഫ് കെയർ ചെയ്യുന്ന സമയത്ത് അവരുടെ അപ്പിയറൻസും അറ്റയറും ഒക്കെ ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കും.
എന്താ സംഭവിക്കുന്നത്? ആക്ടിങ് എന്നതായിരുന്നു അവരുടെ ദ സെൽഫിനും കണക്ട് ചെയ്ത് എടുക്കുന്ന പർപ്പസ് എങ്കിൽ അതിലേക്ക് എത്തിയിട്ട് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് അവരുടെ ഓറയിലും സെൽഫ് ഇമേജിലും ഡീപ്പർ ആയിട്ടുള്ള ക്ലാരിറ്റി വരുന്നു. അപ്പോൾ അവരുടെ പൊസിഷനിങ്ങിൽ ഭയങ്കര ഡിഫറൻസ് വരുന്നു. അങ്ങനെ സംഭവിക്കുമ്പോഴേക്ക് അത് കറക്റ്റ് പൊസിഷൻ്റെ ആകുമ്പോഴത്തേക്ക് സമ്പത്ത് താനേ ഒഴുകും. താനെ ഒഴുകാൻ തന്നെ വാതിലുകൾ പുതിയത് തുറന്നു വരും. നിങ്ങൾ ദ സെൽഫിൽ നിൽക്കുമ്പോൾ മാത്രമേ ആരാൻ്റെ പൈസ അല്ലാതെ, മറ്റുള്ളവൻ്റെ പൈസ അല്ലാതെ നിങ്ങൾക്ക് ഹയർ സെൽഫിൽ നിന്നും ഡയറക്റ്റായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്ന സമ്പത്തിൻ്റെ വഴികൾ തുറന്നു വരാം. ഇപ്പം നമ്മളൊക്കെ മണി ഉണ്ടാക്കാൻ, സമ്പത്ത് ഉണ്ടാക്കാൻ പല വഴികൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഈ വഴികൾ മിക്കവാറും ഫ്രണ്ടിൻ്റെ ബിസിനസ് ഐഡിയയോ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്ത് പറഞ്ഞതോ അങ്ങനെ പല കാരണങ്ങളോ കൊണ്ടായിരിക്കാം. അത് അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ. പക്ഷെ അതിൽ നിങ്ങൾ ഇടപെടുമ്പോൾ ആ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഫസ്റ്റ് സെൽഫിൽ നിൽക്കാതെ സെക്കൻഡ് ദ സെൽഫ് എന്നാണ് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നെങ്കിൽ അതിൽ നിങ്ങളുടേതായ വഴി തെളിക്കും. ദാറ്റ് മീൻസ് ഒറ്റക്ക് വഴി വെട്ടി വന്നവനാടാ ഞാൻ എന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഒറ്റക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? വെട്ടാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ലോകത്തിൽ ആരും ഒറ്റക്ക് വഴി വെട്ടിയിട്ടില്ല. ഒറ്റക്ക് തന്നെയാണ്. പക്ഷെ അവർക്ക് വഴി വെട്ടാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാർ വെള്ളം ഒഴിക്കാൻ വരുന്നു. വിത്തിൻ്റെ കഥ രാവിലത്തെ ഓർമ്മല്ലേ? വെള്ളം ഒഴിക്കാൻ വരുന്നു. പ്രപഞ്ചം മൊത്തം ഗൂഢാലോചന നടത്താണ്. ഇവൻ്റെ വഴി വെട്ടിയേ പറ്റൂ, ഇവനൊരു വഴി ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. അപ്പൊ അവനായിട്ടൊരു വഴി പെട്ടെന്ന് അങ്ങ് വരാം. ആ വഴി ഉണ്ടാകാൻ വേണ്ടി വേണമെങ്കിൽ പ്രകൃതി ഗൂഢാലോചന നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പം പ്രകൃതിക്ഷോഭം വരെ വന്നേക്കാം. അങ്ങനെ പ്രകൃതിക്ഷോഭമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് പുതിയൊരു വഴി, പുതിയൊരു പുഴ ഒക്കെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ദാറ്റ് മീൻസ് പ്രകൃതി ഗൂഢാലോചന നടത്തുന്നു. അങ്ങനെ നടത്തണമെങ്കിൽ നിങ്ങൾ തൊടേണ്ടത് ദ സെൽഫിലാണ്. ഒറ്റ ടച്ച്, ഒറ്റ ക്ലിക്കിൽ ബും. അല്ലെങ്കിലോ ഒരുപാട് ക്ലിക്ക്, വീണ്ടും ക്ലിക്ക്, വീണ്ടും ക്ലിക്ക്, ഒന്നുമില്ല. ഇപ്പൊ നേരത്തെ എക്സാമ്പിൾസ്, ഓതേഴ്സിന്റെ എക്സാമ്പിൾസ്, കുറഞ്ഞ സമയം കൂടുതൽ റിസൾട്ട്, 4 മണിക്കൂർ ഒരു പുസ്തകം, 4 ദിവസം ഒരു പുസ്തകം, 14 വർഷം ഒന്നുമില്ല, 4 ദിവസം വലിയ പുസ്തകം. ഹൗ ദിസ് ഹാപ്പൻസ്? തൊടേണ്ടിടത്ത് തൊട്ടുകൊണ്ട് വേണം എല്ലാറ്റിലേക്കും തൊടാൻ നമ്മൾ ഇറങ്ങേണ്ടത്. ക്ലിയർ? നമ്മളിപ്പോൾ നമ്മളെ തൊടാതെയാണ് മറ്റുള്ളതൊക്കെ തൊട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ തൊട്ടുകൊണ്ട് തന്നെ വേണം മറ്റുള്ളതൊക്കെ നമ്മൾ തൊടാൻ. ഇത് സെൽഫിൽ ടച്ച് ചെയ്തിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെ പറ്റി വല്ലാത്ത ക്ലാരിറ്റിയാണ്, ഡീപ്പ് ക്ലാരിറ്റിയാണ്. ആ ഡീപ്പ് ക്ലാരിറ്റി ആയതുകൊണ്ട് തന്നെ അവർക്ക് മൾട്ടിപ്പിൾ ക്രിയേറ്റിവിറ്റിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യത്തിന് അവർ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വഴികൾ, ഒരുപാട് ഐഡിയാസ്, ഒരുപാട് ഡയമെൻഷൻസ് അവർക്ക് ഇങ്ങനെ ഓപ്പണായി വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ വേറെ ചില ആൾക്കാരുണ്ട്, ഒരുപാട് ആശയങ്ങൾ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വിഭവങ്ങൾ റെഡിയാണ്, പക്ഷെ നമ്മൾ റെഡിയല്ല. ആ റെഡിയാക്കലാണ് സെൽഫ് അവെയർനെസ്സിലൂടെ സെൽഫ് ഇമേജ് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പം ഞാനിപ്പോൾ ചോദിക്കുകയാണ് ഇവിടെ കുറച്ച് ആൾക്കാരോട്, അടുത്ത ഒരു 5 വർഷത്തിനിടയിൽ 1 കോടി സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഓക്കെ, ഗ്രേറ്റ്. അടുത്ത 5 വർഷത്തിനിടയിൽ 10 കോടി സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കൈകളുടെ എണ്ണം കുറഞ്ഞു. അത് പറഞ്ഞതുകൊണ്ട് കൂട്ടണ്ട പ്ലീസ്. ഫസ്റ്റ് തോട്ട് നീ പറഞ്ഞതുകൊണ്ട് ഇടയിൽ കൂടെ കഴിട്ടണ്ട. ഓക്കെ, അടുത്ത 5 വർഷത്തിനിടയിൽ 100 കോടി സമ്പാദിക്കണം എന്ന് ചിന്തിക്കുന്നവരാരൊക്കെയുണ്ട്? ഗുഡ്, നൈസ്. ഇനി ഞാൻ ബാക്കി പറയുന്നില്ല, ഇത്ര മതി. ഓക്കെ, അടുത്ത 5 വർഷം കൊണ്ട് 1 കോടി എന്ന് പറഞ്ഞപ്പം കുറെ ആൾക്കാർ കൈപ്പൊക്കി. കാരണം എന്താ? 1 കോടിയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് മുട്ടാൻ പറ്റുന്നുണ്ട് എവിടേക്കോ. മനസ്സിലായില്ലേ? ദാറ്റ് മീൻസ് എൻ്റെ സെൽഫ് ഇമേജും 1 കോടിയും തമ്മിൽ ചെറിയ രീതിയിൽ ബന്ധിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയാണ് കണക്ക് നോക്കണ്ടേ. അല്ലാണ്ട് ഇത് ഇങ്ങനെ ആക്കി അത്ര നടന്ന് ഇങ്ങനെ തോന്നി ഇത്ര എനിക്ക് സമ്പാദിക്കുക, അതല്ല. അത് പറയുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഉൾക്കൊള്ളാൻ പറ്റാത്തത് നമ്മുടെ സെൽഫ് ഇമേജ്, അതിൻ്റെ ഇമേജ് കോൺഷ്യസ്നെസ്സിൽ മണി എന്നതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ സെൽഫ് ഇമേജ് നമ്മളൊരു 10-50 ലക്ഷത്തിനുള്ള സാധനം ഉണ്ട്, ഞാനിപ്പോൾ അത്ര വില ഇട്ടിട്ടുള്ളൂ. മനസ്സിലായോ? നിങ്ങൾക്ക് എത്ര വില ഇടുന്നത്? ദാറ്റ് ഈസ് യുവർ സെൽഫ് ഇമേജ്. സെൽഫിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മണി കോൺഷ്യസ്നെസ് കൂടും. മനസ്സിലാവുണ്ടോ? ക്ലിയർ ആയോ?
ഡൺ. അപ്പൊ ഇതേപോലെ അടുത്ത 5 വർഷം കൊണ്ട് 10 കോടി എന്ന് ചോദിച്ചപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. കാരണം എന്താ, 10 കോടിയായിട്ട് മുട്ടിച്ചു നോക്കുമ്പോൾ ഞാനിപ്പോൾ എനിക്ക് തന്നെ ഇവിടുന്ന് വഴി എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ വീണ്ടും ലിമിറ്റഡായി, നമ്മുടെ ഫ്രെയിം വീണ്ടും ചുരുങ്ങി, നമ്മുടെ സെൽഫ് ഇമേജ് അത്രക്കൊന്നും ആയിട്ടില്ല എന്ന് മനസ്സിലായി. ക്ലിയർ ആണല്ലോ? ഡൺ. ഇനി അത് 100 കോടി എന്ന് പറയുമ്പോഴത്തേക്കോ ചിന്തിക്കാനേ പറ്റുന്നില്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ, ഞാൻ നോക്കിയിരിക്കാം. അവിടെ നിന്ന് പണിയിട്ടാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം, ഞാൻ അടുത്ത എത്ര വർഷം കൊണ്ട് 100 കോടി നമ്മൾ സമ്പാദിക്കുമെന്ന് പറഞ്ഞാൽ കുറേ എണ്ണം ഉണ്ടോ ഇതിൻ്റെ ഇടയിൽ. അവിടെ എന്തെങ്കിലുമൊക്കെ പണി തരണേ, നമുക്ക് എന്തെങ്കിലും സൈഡിൽ കൂടിയാൽ മറ്റേ കുഴപ്പമില്ല, സൈഡിൽ കൂടിയാ ഇതാക്കാൻ ഇന്ന് തരണേ. ഇതാണ് കുറേ ആൾക്കാരുടെ നിലപാട്. ക്ലിയർ ആയോ? സെൽഫ് ഇമേജ് ദ സെൽഫിൽ ടച്ച് ചെയ്തിരിക്കുമ്പം പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാൻഡ് ലെജൻസ് ആയിട്ടുള്ള ആളുകളോടൊക്കെ നമ്മളിങ്ങനെ തോളോട് തോള് ചേർന്ന് നിൽക്കുന്ന ഫീലിംഗാ. വാ ഒരു ലെജൻഡ് വാ, ഇങ്ങോട്ട് വാ, പ്രീമിയം മെൻ്റി അല്ല, ലെജൻഡ് ആക്കി തരാം, ഇങ്ങോട്ട് വാ. നമ്മളെ പ്രീമിയം മെൻ്റിയാണ്, അപ്പോൾ ആവണല്ലോ, ലെജൻഡ് ആവണല്ലോ. വലിയ പ്രോജക്റ്റൊക്കെ ഡിസൈൻ ചെയ്ത് വരുന്നുണ്ട്, ടീച്ചർ ടേൺഡ് ട്രെയിനർ ടേൺഡ് അല്ലേ, സംരംഭകൻ. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഞാനിങ്ങനെ ദ സെൽഫിൽ നമ്മൾ ടച്ച് ചെയ്തിരിക്കുമ്പോൾ വലിയ വലിയ ആൾക്കാർ, ഇപ്പം ഞാൻ പാവപ്പെട്ട അദ്നാൻ, ഇങ്ങനെ വലിയ സമ്പന്നനായ സാദിഖ് ആ പോരട്ടെ എന്നില്ലേ, സമ്പന്നനായ സാദിഖ്. അപ്പം ഞാൻ വെറും അദ്നാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സാദിഖിനെ പറ്റി പറയുമ്പോൾ ഞാൻ എവിടെ അറിയണ്ടാവുക, ഇവിടെ കണ ഓടരുത്, ഞാൻ എവിടെ അറിയണ്ടാവുക, അവിടെ സാദിഖ് വന്ന് നിൽക്കണെന്ന് ഞാൻ എവിടെ ആയിരിക്കും അറിയാം, ഇങ്ങനെ അവിടെ അല്ലേ, ഇതായിരിക്കും ഫീലിംഗ്. ക്ലിയർ ആയോ? അതേ സമയത്ത് ഞാൻ ദ ഏഡിയനോ ദ സെൽഫിലോ നിൽക്കുകയാണെങ്കിൽ സാദിഖ് എന്ന് പറഞ്ഞാൽ സാദിഖ് അപ്പുറത്തായിരിക്കും, പക്ഷെ എനിക്ക് എന്താ പറയുക ഫീൽ ചെയ്യുക, സാദിഖ് നമ്മളിവിടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഫീലിംഗ് ആയിരിക്കും. ദ സെൽഫിൽ നിൽക്കുമ്പം ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കോട്ടിനെ പറ്റി പറയുമ്പം നമ്മളും അവരും ഇങ്ങനെ നിൽക്കുന്ന ഫീലായിരിക്കും നമുക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ അതൊക്കെ എബ്രഹാം ലിങ്കൺ അല്ലേ, അതൊക്കെ ഇപ്പം അബ്ദുൽ കലാമിനല്ലേ, ആര് കണ്ടു നാളത്തെ അബ്ദുൽ കലാം ഉസ്മാൻ നസ്രീൻ ആവൂലാന്ന്. പോരട്ടെ എന്നില്ലേ. അങ്ങനെ നമ്മളെ ടീമിലെ ചില കലാപരിപാടികളുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും വീണ് കിട്ടിയാൽ അതെടുത്ത് ദ സെൽഫിലേക്കുള്ളതെന്ന് പറയും പാസ്സാക്കി കാണും, ഹയർ സെൽഫിലേക്ക് ഇൻസ്റ്റാൾ ചെയ്താളും, പിന്നെ അത് അങ്ങോട്ടാവും. ചില ആൾക്കാർ എന്നോട് എന്ന് പറയുന്നുണ്ട്, അന്ന് ഗൈഡ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതായത്. ഞാൻ പറയും എന്ന് എനിക്ക് ഓർമ്മ തന്നെയില്ല. അവരെന്താക്കി, ഗൈഡ് പറയല്ലേ, അപ്പോൾ അവർക്ക് ഞാൻ ഏത് സ്പേസിലാണ് അവർ കാണുന്നത്, ദ സെൽഫിൽ. അപ്പോൾ ഗൈഡ് പറയല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിഴുങ്ങും. അപ്പോൾ ഇവർക്കൊക്കെ നടക്കും. അപ്പം എൻ്റെ ഫ്രണ്ട്സുകൾ ചോദിക്കും, എടാ ഓർക്കൊക്കെ നടക്കുന്നുണ്ടല്ലോ, നമുക്ക് എന്താ നടക്കാത്തത്? എടാ ഞാൻ പറയുമ്പോൾ ഒരു ഗൈഡ് പറഞ്ഞിട്ട് എടുക്കണം, നിങ്ങൾ ഞാൻ പറയും മറ്റേ അതിനാ നമ്മുടെ അവിടെയുള്ള അതിനാണ് മുമ്പ് പറഞ്ഞിട്ട് എടുക്കണം, അതുകൊണ്ട് അതിൻ്റെ കുഴപ്പമില്ല, എനിക്ക് ജാടാണെടാ, അവിടെ ജാടുണ്ട്, ഞങ്ങളുടെ കൂടെ ഇരിക്കും. അല്ല പിന്നെ എന്താ പറയുന്നത്, വേറെ എന്തോ ഉണ്ട്, ഇതിന് വേറെ ഒന്നുമില്ല, നിങ്ങൾ എൻ്റെ കൂട്ടുകാരായി എന്നതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ശരിയല്ലേ? അവരിനി എങ്ങനെ കഴിഞ്ഞ് പരിശ്രമിച്ചാലും ആ സാധനം കിട്ടൂല. കാരണം എന്താ, അവരുടെ ഫ്രെയിമിൽ ഓൾറെഡി എന്താ കിടക്കണത്, നമ്മളതിനാൻ. അപ്പോൾ നിങ്ങളൊക്കെ തന്നെ പറയാം, ADNൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അങ്ങനെ ഇന്ന് ഒരു കുട്ടി ഹുസ്നയുടെ സ്റ്റുഡൻ്റ് തോന്നുന്നുണ്ട്, ലഞ്ചിന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഓഫീസിൻ്റെ തൊട്ട് അപ്പുറത്ത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്, എനിക്ക് അറിയുമായിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഇവിടെയുള്ള ആർക്കും ഇപ്പോഴും അറിയില്ല. ഈ നാട്ടിൽ എത്ര ആൾക്കാർ ഈ ഇവൻറ്റിൽ നിൽക്കണം നോക്കിയാൽ, നമ്മൾ ഈ നാട്ടുകാരല്ലേ, ഭാഗ്യവാൻ. കണ്ണുകൊടുക്കാതൊക്കെയാണ് ഒരുത്തനെ എപ്പോഴും വരും. 2 ഇയാളാണ് പറഞ്ഞത്, ബസ്സാ 3 4 പേര്, സന്തോഷം, എണ്ണം കൂടുന്നുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ, സന്തോഷം കൂടുന്നുണ്ടല്ലോ, ഇങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ, വാട്ട് എ മെഡിക്കൽ മിറാക്കിൾ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം അങ്ങനെ വരാതിരിക്കാനുള്ള കാരണം, ഇപ്പം ഈ ക്ലാസ് കയറ്റി നിങ്ങൾ പോണ വഴിക്ക് പാളയം ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും പോണ വഴിക്ക് അതിൻ്റെ അപ്പുറത്തെ തെക്കേപ്പുറം എന്ന് പറഞ്ഞാൽ അതിവിശാലമായ നാട്, നമ്മളൊക്കെ ജനിച്ച് വളർന്ന് പയറ്റി തെളിഞ്ഞ നാട്, അവിടെ തെളിഞ്ഞാൽ എവിടെയും തെളിയാന്നാ. അങ്ങനെയാ ഉറപ്പല്ലേ? അപ്പൊ തീയിൽ കുരുത്തത് വാടൂല എന്ന് പറയണേ, ഇവിടൊക്കെ കുരുക്കണം, അതുകൊണ്ട് ഒരിക്കലും വാടൂല. മനസ്സിലായല്ലേ? നമ്മളെ ഇവന്റ് കോർഡിനേറ്റ് ചെയ്യുന്ന സാലിക്ക് നിങ്ങൾ കണ്ടില്ലേ, സാലിക്ക് ഒറ്റ വരുത്തന്നെ ഇത് മൊത്തം എന്നാണ് കൈകാര്യം ചെയ്യണേ. ഓടെ കുരുത്തോണ്ടാ, തെക്കേപ്പുറത്ത് കുരുത്തതുകൊണ്ടാ. എന്നോട് ചോദിക്കും മാനേജർ ആരാന്ന്, ഞാൻ പറയും ഒരാൾ വരുന്നു, ഇവിടെ നിന്ന് അറിയാം, അതന്നെ ഏത് ഇതോ, ഇതന്നെ ഇതോ, ഇത്രേ ഉള്ളൂ, അത്ര മതി, ധാരാളാ. അങ്ങനത്തെ അല്ലേ കോച്ചസ്, ധാരാളല്ലേ. എന്നെ ആർക്കും പേടിയില്ല, പക്ഷെ സാലിക്കിന് എല്ലാവർക്കും പേടിയാണ് അല്ലേ. അത് പയറ്റി തെളിഞ്ഞുകൊണ്ടാണ്. പക്ഷെ നല്ലത് ഒറ്റൊന്നു മതി. അപ്പൊ ഏതായാലും ഇതേപോലെ ഇവിടെ ഉള്ള
ആളുകളെ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടുന്ന് വെച്ച് കാണാമെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ പറയാ റേഡിയൻ ടോക്സിൻ്റെ ഒരു പരിപാടിക്ക് വന്നു. നിങ്ങൾക്കൊന്നും ഇപ്പോഴും കാറ്റില്ല, ബോധം വെച്ചില്ല. നമുക്കൊക്കെ പണ്ടേ അറിയാം, ഇവിടെ ക്ലാസ്സൊക്കെ എടുത്തിടുന്ന ആളാണ്. അതിപ്പോൾ എന്തിട്ടാനാ പറയാം, നമുക്കറിയാം പണ്ട് എന്തൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ പഠിപ്പിച്ചൊക്കെ എന്താണെന്ന്. എന്താ അപ്പോൾ നമുക്കൊന്നും തോന്നിയില്ലല്ലോ. ഭയങ്കര ഒതൻറ്റിക് ആയിട്ട് പറയും, നിങ്ങളെക്കാളും മുന്നേ നമുക്കറിയാമെന്ന് പറയും. അങ്ങനെ അല്ലേ, ഓക്കെ, എന്താ മനസ്സിലായില്ലേ, പോയില്ല. പക്ഷെ ഓർക്കറിയോ, ഓര് പറഞ്ഞത് അതിനാനും നിങ്ങൾ പറഞ്ഞത് അതിനാനുമാണെന്ന്. മനസ്സിലായില്ലേ? അത് എന്നെ മാത്രം പറയണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? നിങ്ങളിത് തിരിച്ച് നിങ്ങളുടെ കാര്യത്തിൽ എടുക്കാം. ആളുകൾ ഇങ്ങനെ കമന്റ് ചെയ്യുമ്പം അതിൽ ഏതിനെ പറ്റിയാ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാക്കണം. അപ്പൊ ആളുകൾ കമന്റ് ചെയ്യണമെന്ന് തെറ്റിനെടുത്ത് പോയിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ അതിനാലിരുന്നിട്ട് ധാരാ ബാക്കിൽ നമ്മളെന്നാലും നോക്കടാ, നമ്മളെ കാണില്ലല്ലോ, ഒരു കണ്ടോട്ടെ. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ എന്തേ പറഞ്ഞേ, സെൽഫിലാണോ പ്രീമിയം സെൽഫിലാണോ ഇപ്പം പറയും. അപ്പൊ ലാസ്റ്റ് എന്താ ഞാൻ പറഞ്ഞേ, പാലക്കാട് പോയി നാട്ടില് ഫ്രണ്ട്സുകള് സെൽഫിൽ വിളിക്കുന്ന പേരൊക്കെ കേട്ട് അതൊക്കെ ആലോചിച്ചിട്ട് അല്ലെ, അത് ആലോചിച്ചോണ്ടിരിക്കല്ലേ ഇപ്പോ. വെറുതെ ഇതൊരു ട്രെയിനിങ് ആണ്, പ്രീമിയം ആയതുകൊണ്ടുള്ള ട്രെയിനിങ് ആണ്. അപ്പൊ ഇങ്ങനെ പറയുന്നവരുണ്ടാകുമ്പം നമ്മൾ സെൽഫിന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സെൽഫിന് വാല്യൂ ഇടുന്ന ആളുകളെ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാക്കി തരാൻ വേണ്ടി പാകപ്പെടുന്ന ദ സെൽഫ് ഉണ്ട്. നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചോ, ഒരു 10-21 വർഷം ജീവിച്ചോ, ഒരു 3 7 വ്യായം, അതായത് വ്യായവട്ടം എന്ന് പറഞ്ഞാൽ 3 7 അലൈൻമെന്റ്, ദാറ്റ് മീൻസ് 7 കൊല്ലം 7 കൊല്ലം 7 കൊല്ലം, ഒരാഴ്ചയിൽ 7 ദിവസമല്ലേ, അങ്ങനത്തെ 3 7 ആണ്ടുകൾ വെച്ച് 21 ആണ്ടുകൾ നിങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ദ സെൽഫ് പുറത്തു വരാൻ സമയമായിട്ടുണ്ട്. ഒരു 21-ലേക്കൊക്കെ അടുക്കുമ്പോഴല്ലേ നമ്മൾ ജീവിതത്തെ പറ്റി എന്താ ചെയ്യാന്നൊക്കെ ചിന്തിക്കുക. ഇത് വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ സ്വപ്നങ്ങൾ അടിച്ച് പൂട്ടി ചവിട്ടി തേച്ച് ഇങ്ങനെ ആക്കി തീർക്കലുള്ളത്. മറ്റാൾ ഇന്നസെന്റ് പറഞ്ഞേര്. അപ്പോൾ ഇത് സംഭവിക്കാനുള്ള എന്താ, ദ സെൽഫ് മൊട്ടിടുന്ന സമയമാണ്. ദ സെൽഫ് മൊട്ടിടുമ്പോഴോ ഓൾറെഡി ഫസ്റ്റ് സെൽഫ് കുറെ ആൾക്കാരിൽ മൊട്ടിട്ടതുകൊണ്ട് ഓരെല്ലാവരും കൂടി എന്തടാ എന്ന് പറഞ്ഞ് ചവിട്ടി ഒഴിവാക്കും. ക്ലിയർ ആയില്ലേ? പിന്നെ എന്ത് ചെയ്യാ, ഒന്നുകിൽ വീണ്ടും വീണ്ടും ചവിട്ട് കിട്ടാൻ പോയി നിൽക്കാതെ നിങ്ങൾ നാളെ ഇന്ത്യയിലേക്ക് വാ, അപ്പൊ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഇതിലേക്ക് മാറിയിരിക്കേണ്ടി വരും. ഇങ്ങനെ ആർക്കും നമ്മൾ അവസരം കൊടുക്കരുത്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ദ സെൽഫ് അവെയർനെസ് കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ ദ പ്രോഗ്രാമിംഗ് ഈസ് ഡൺ. ഇങ്ങനൊരു ബോധം നിങ്ങളുടെ ഉള്ളിൽ കയറിയോ, ബോധവാനാവുക, അതാ ബുദ്ധനാവാന്ന് പറഞ്ഞാ. മനസ്സിലായോ? ബോധമുള്ളവനാവാത്ത തന്നെ എനിക്കറിയാം എൻ്റെ കുടുംബത്തിൽ എന്താ നടക്കണം, എനിക്ക് നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പറഞ്ഞത് ഫസ്റ്റ് സെൽഫാ, ഞാൻ പറഞ്ഞത് ദ സെൽഫിന്റെ കാര്യമാണ്. അപ്പോഴും കേൾക്കാൻ റെഡിയല്ല, അപ്പോഴും കിടന്നു ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഞാൻ കുറെ കേട്ട, ബാക്കി സബ് കോൺഷ്യസ് പോയിക്കോളൂ, നമുക്ക് ഉറങ്ങാം. എന്താ പറഞ്ഞു, എന്തേ ബിരിയാണിയുടെ വേണോ, ഫുഡായോ, ഓക്കെ വരൂ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ പോയിന്റിലായിരിക്കും ജീവിതം മാറണം. ഒരൊറ്റ കഴിഞ്ഞ ഇവന്റിൽ ഒരുപാട് കാര്യം പറഞ്ഞിട്ട് 1 2 പോയിന്റിൽ ജീവിതം മാറിയ ആൾക്കാരുണ്ട്. നമുക്കറിയാം 1 2 പോയിന്റിൽ. എൻ്റെ അടുത്ത് ഇപ്പം മുന്നേ ഉച്ചക്ക് പേഴ്സണലി എന്ന് പറഞ്ഞു, കഴിഞ്ഞ ഇവന്റിൽ ഈ ഇവന്റിലേക്ക് ഓ മൈ ഗോഡ്, ഞാൻ തന്നെ വാ പൊളിച്ചു, ഇങ്ങനെയൊക്കെ ആയോ. അപ്പൊ ഞാൻ വീണ്ടും ചേരാമായി. ഞാൻ ഭയങ്കര മനസ്സിലായല്ലേ, എടുക്ക്, വെറുതെ പറയാ, അതിലൊന്നും ഒരു കാര്യമില്ല. അപ്പൊ എനിവേ ഇതുപോലെ ദ സെൽഫ് മൊട്ടിടുന്ന സമയം, ആ സമയത്ത് ദ സെൽഫിനെ കേൾക്കാൻ നമ്മളെങ്കിലും ഇരുന്ന് കൊടുക്കണം. വേറുള്ളവർ പലതും പറയും, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടേ, എല്ലാവരും എല്ലാം പറഞ്ഞോട്ടെ, ആരും നിഷേധിക്കാനോ പ്രതിഷേധിക്കാനോ ഒന്നും പോലില്ല. അവരൊക്കെ പറഞ്ഞോട്ടെ, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ദ സെൽഫ് പറഞ്ഞത് അത് ഞാൻ കേട്ടുകൊണ്ടേയിരിക്കും. അത് മറ്റൊരാളിലൂടെ സംസാരിക്കൂല, നിങ്ങളിലൂടെ മാത്രമേ സംസാരിക്കുള്ളൂ. നിങ്ങളെ കേൾക്കണം. മറ്റൊരാളുടെ വോയിസിലും അല്ല അത് സംസാരിക്കാം, നിങ്ങളെ കേൾക്കണം. അങ്ങനെ കേൾക്കാൻ സമ്മതിക്കാത്ത ആൾക്കാരെടുത്ത് ദ സെൽഫ് എങ്ങനെ വരുന്ന അറിയോ, ഇതിങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന്, എവിടെയാ സീറ്റ്, അവിടെ ഇരുന്നോളൂ, ഒരു മിനിറ്റ്. പോയിന്റ് മനസ്സിലായില്ലേ എങ്ങനെയാ നിൽക്കാന്നുള്ളത്, അതിന് മാത്രം വിളിച്ചു, ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഇങ്ങനെ ഉള്ളിൽ നിന്നും നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ മൊട്ടിടും പോലെ നമ്മുടേതായ ചില സാധനങ്ങൾ വന്ന് നമ്മളെങ്ങനെ കണക്ട് ചെയ്യാൻ വിളിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ ഭാഗ്യമുള്ളവരാണെങ്കിൽ ഇതേ ദ സെൽഫ് സ്വപ്നത്തിൽ വരും. അപ്പം പറയാ, എൻ്റെ ഉപ്പൂപ്പ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിക്കണ് ഇങ്ങനെ എന്തോ ഒരു കാര്യം ഞാൻ ചെയ്യണം എന്ന്. മൂപ്പരെ ദ സെൽഫിനെ കേൾക്കണമെങ്കിൽ മൂപ്പരെ സെൽഫിന് ഒരു വാല്യൂ ഇല്ലാത്തതുകൊണ്ട് മൂപ്പർ ആർക്കാണോ വാല്യൂ കൊടുക്കുക അവരെ സെൽഫിലൂടെ ഗോട്ട് ഇറ്റ്.
അവരെ സെൽഫിലൂടെ. അപ്പം പറയും ഈ കാര്യം ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു, കാരണം എൻ്റെ മെൻറ്റർ ഇങ്ങനെ ഡ്രീമിൽ ഞാൻ കണ്ടു, എൻ്റെ പാരൻറ്റിനെ ഞാൻ ഡ്രീമിൽ കണ്ടു. അങ്ങനെയൊക്കെ ഇതൊക്കെ പുളുവല്ലേ? എന്നാൽ പിന്നെ രക്ഷപ്പെട്ട എല്ലാവരും പുളു അടിക്കുന്ന ആൾക്കാർ. ആ തോന്നലുള്ളതുകൊണ്ടാണ് ഒക്കെ പുഴുക്കളായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകണം. കാരണം യു ലേൺ അബൌട്ട് ദ ലെജൻഡ്സ്. അവർക്കൊക്കെ എന്തോരം ഡ്രീം കമ്മ്യൂണിക്കേഷനാണ് നടന്നവരെ. നിങ്ങൾക്ക് പല ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കും അവർ ഉത്തരം ഇല്ല എന്ന് ചിന്തിക്കാതെ അവരുടെ കൂടെ അങ്ങ് ഇരുന്നു. ഇതിന് ഉത്തരം ഉണ്ട്, എവിടെ ഉണ്ട്, എൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ലായിട്ടാ, ഇല്ലെങ്കിൽ കൂടി ഐ വിൽ ഹോൾഡ് ഓൺ, ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ദ സെൽഫിനെ കൺവിൻസ് ചെയ്ത് കഴിയുമ്പം ഒന്നെങ്കിൽ ദ സെൽഫ് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ആശയമായിട്ട് ഇങ്ങനെ ചില ഉത്തരങ്ങൾ തരും. അതല്ലെങ്കിൽ അങ്ങനെ കേൾക്കുന്നില്ലെങ്കിൽ ഡ്രീംസിലൂടെ, ഇനി അങ്ങനെ കേൾക്കുന്നില്ലെങ്കിൽ നമ്മളോട് ആര് പറഞ്ഞാലാണോ നമ്മൾ സ്വീകരിക്കുക അവരുടെ നാവിലൂടെ അവരിലൂടെ പറയും. അങ്ങനത്തെ പറച്ചിലുകൾ കേൾക്കുന്ന ഉപദേശം മാത്രമാണ് ആദ്യം കഴിക്കുന്നതും പിന്നെ മധുരിക്കുന്നതും. പക്ഷെ ഇന്നത്തെ കാലത്തെ ഉപദേശങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആദ്യവും കഴിക്കും പിന്നെയും കഴിക്കും. മനസ്സിലായല്ലേ? ആദ്യം നല്ല കഴിപ്പായിരുന്നു, അത് കേട്ടില്ല, അപ്പൊ കയ്യിന്നും പോയി, അപ്പൊ പിന്നെ വീണ്ടും കഴിക്കുന്നു. ആദ്യവും കഴിക്കും പിന്നീടും കഴിക്കുന്ന കയ്പേറിയതായിട്ട് മാറുന്നു. സി ദ സെൽഫ് എന്ന് പറയുന്നത് വൺ ആൻഡ് ഓൺലി സാധനമാണ്. നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുമ്പം ഞാൻ നിങ്ങളെ എന്താക്കാം എന്നല്ല ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെയാകാൻ പറ്റുമോ അതൊക്കെ ആകാൻ സഹായിക്കുന്ന എന്തോ ഒരു സാധനം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒന്ന്, അതിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യുക എന്നുള്ള പണി മാത്രമേ എനിക്കുള്ളൂ. അത് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ചക്ക വീണു മൊയില് ചത്തു എന്ന് പറയും പോലെ എടുക്കും ഒരാളൊരു ഗൈഡേ ഞാൻ ബുക്ക് ചെയ്ത്, ആഹാ യുറേക്ക, ഞാനിപ്പോൾ എന്താ അതിന് ചെയ്ത്? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെന്താ ചെയ്ത്? കണക്റ്റഡ്. എങ്ങോട്ട് കണക്ട് ചെയ്തു? ഫസ്റ്റ് സെൽഫിന്നും സെക്കൻഡ് സെൽഫിലേക്ക്, ദ സെൽഫിലേക്ക് കണക്ട് ചെയ്തു. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും എന്താണോ വേണ്ടത് അത് കിട്ടിക്കൊണ്ടേയിരിക്കും. സോ സെൽഫ് ആക്ച്വലൈസേഷനിലേക്കുള്ള യാത്ര തുടങ്ങുമ്പം ദ സെൽഫിൽ അവെയർ ആവുക. എന്ത് കൊടുത്തിട്ടാണെങ്കിലും വേണ്ടിയില്ല, ദ സെൽഫിനെ കൈക്കലാക്കണം. ക്ലിയർ? ഇനി ദ സെൽഫിനെ കൈക്കലാക്കാൻ വേണ്ടി എന്താ നിങ്ങൾ കൊടുക്കേണ്ടത്? ഒന്നും കൊടുക്കല്ലേ പ്ലീസ്, ഒന്നും കൊടുക്കരുത്. എന്താ ചെയ്യേണ്ടത്? ഉള്ളതൊക്കെ കളയാ വേണ്ടേ. മനസ്സിലായില്ലേ? ഇനിയും കൊടുക്കണ്ട. ഇപ്പൊ ചില ആൾക്കാരൊക്കെ നിങ്ങളെ ക്ലാസ്സിൽ നിന്നാൽ എന്ത് കിട്ടും? ഞാൻ ഉള്ളതൊക്കെ പോയി കിട്ടും എന്നറിയും. ക്ലാസ്സിൽ നിന്നാൽ എന്ത് കിട്ടും? ഉള്ളതൊക്കെ പോയി കിട്ടും. ഉള്ളതൊക്കെ പോയി കിട്ടും എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് നിങ്ങളല്ലാതെ കയറിയതൊക്കെ പോയി കിട്ടും. അപ്പൊ നിങ്ങളായതെന്തോ അത് ബാക്കിയായിരിക്കും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ദ സീക്രട്ട്. അപ്പം ഈ ദ സെൽഫ് എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഉള്ള ജേണി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് സെൽഫ് ആക്ച്വലൈസേഷൻ്റെ സ്റ്റെപ്സ് എടുക്കോ പ്ലീസ്, ഒന്ന് സ്ക്രീനിൽ കൊടുക്കോ. 5 സ്റ്റെപ്സ് സെൽഫ് അവെയർനെസ് മുതലുള്ള. വന്നോ? ഇല്ല, വന്നില്ല. നോ നോ യാ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവെയർനെസ്സാ. അവെയർനെസ് എല്ലാവർക്കും ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിട്ടുണ്ടോ? ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന്. ഇതാണ് ലോകത്തിലെ വിജയിച്ച മാറ്റങ്ങൾ ഉണ്ടാക്കിയ എന്തോ മരുന്നുണ്ട്. അറിയില്ല നമ്മൾ, ഓൻ്റെ അടുത്ത് എന്തോ മരുന്നുണ്ട്, ഓരോരുത്തർ എന്തോ മരുന്നുണ്ട്. എല്ലാവരുടെ അടുത്തുള്ള മരുന്ന് അവനവൻ എന്ന മരുന്നാണ്. അവനവനല്ലാത്തതൊക്കെ കളഞ്ഞപ്പോൾ അവൻ്റെ അകത്ത് എന്ത് ബാക്കിയായോ അതാണ് ഓരോരുത്തരുടെ കയ്യിലുള്ള മരുന്ന്. അപ്പോൾ ആരടുത്തോ ആണോ മരുന്നുള്ളത്? നിങ്ങളുടെ അടുത്താണോ മരുന്നുള്ളത്? ആരടുത്താ മരുന്നുള്ളത്? എൻ്റെ അടുത്താണോ മരുന്നുള്ളത്? നിങ്ങളുടെ അടുത്താണോ മരുന്നുള്ളത്? നിങ്ങളുടെ അടുത്തല്ലേ. കാരണം ഗൈഡിൻ്റെ അടുത്ത് എന്തോ മരുന്നുണ്ട്, അത് കിട്ടും. എൻ്റെ അടുത്ത് ആകെയുള്ള നിങ്ങളുടെ കയ്യിലുള്ള മരുന്ന് എന്താ? ആ മരുന്ന് കാണിച്ചു തരല. ഗോട്ട് ഇറ്റ്. അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ ഒന്നും ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്ത് സുഖ അല്ലേ? അപ്പോൾ ഇന്ന് വീട്ടിൽ പോയിട്ട് ഇനി ഒന്നും ഞാൻ ചെയ്യില്ല. ഇവൻറ്റിന് ഇപ്പോൾ ഗൈഡ് പറഞ്ഞ് ഒന്നും ചെയ്യണ്ട. അപ്പോൾ കാണാൻ ബാക്കിയുള്ളവർ ആ ക്ലാസ്സിന് പോകുമ്പോഴേ തോന്നിക്കുന്നത് സൈക്കോ, ഇപ്പോൾ ഡബിൾ ആയല്ലോ എന്നായിരിക്കും പറയാം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സെൽഫ് അവെയർനെസ് വേണം. മനസ്സിലായോ? അപ്പോൾ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പം ഫസ്റ്റ് സെൽഫിലിരുന്ന് ഒന്നും ചെയ്യരുത്. ഓക്കെ? ഫസ്റ്റ് സെൽഫ് ഈസ് ഈഗോ സെൽഫ്. അതിനാണ് അവെയർനെസ് വേണമെന്ന് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യുമ്പം ഇതെൻ്റെ ഫസ്റ്റ് സെൽഫ് എന്നാണോ ഞാൻ ചെയ്യണത്, ദ സെൽഫ് എന്നാണോ ചെയ്യണത്? ചെയ്യുന്ന കാര്യങ്ങൾ ദ സെൽഫ് എന്നൊന്ന് ചെയ്തു നോക്കിയേ. ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കും, ഭയങ്കര രസമായിരിക്കും,
ഭയങ്കര ഹരപ്പമായിരിക്കും. ചില ആളുകൾ ചെറിയ കാര്യങ്ങളെ ചെയ്യുള്ളൂ, പക്ഷെ ചെയ്യുന്നതിലൊരിക്കൽ ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര ആനന്ദമായിരിക്കും. കാരണം എന്താ? ദ സെൽഫ് പ്രവർത്തിക്കുന്നിടത്ത് ഹയർ സെൽഫ് കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ആരാ ഹയർ സെൽഫ്? ഹൈറ്റിലിരുന്നിട്ട്, മുകളിലിരുന്നിട്ട് ദ സെൽഫിനെ ഗൈഡ് ചെയ്യുന്ന സെൽഫ്, സൂര്യൻ. മനസ്സിലായല്ലേ? അപ്പൊ ആ ഗൈഡൻസ് കറക്റ്റ് കിട്ടിയിട്ട് ചെയ്യേണ്ടത് മാത്രമേ ചെയ്യൂ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഓൾവേസ് സ്റ്റേ കണക്റ്റഡ് വിത്ത് ദ സെൽഫ്. ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യുക സെൽഫ് അവെയർനെസ്സോട് കൂടിയിട്ട്. ഞാനിത് ഏത് സെൽഫിലാണ് ചെയ്യുന്നത്? എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഇല്ലല്ലോ അല്ലേ? ആ, ഇപ്പൊ ഉണ്ടല്ലോ അല്ലേ അല്ലേ എന്ന് പറഞ്ഞപ്പോ യെസ് എന്ന് പറഞ്ഞില്ലേ? ആ യെസ് ഫസ്റ്റ് സെൽഫ് എന്നാണോ ദ സെൽഫ് എന്നാണോ? ഇപ്പം ചെക്ക്. എങ്ങനെ? ആര് അറിഞ്ഞ്? ദ സെൽഫ് എന്ന് വെയിറ്റ് കൂട്ടുമ്പോഴത്തേക്ക് ദ സെൽഫ് ആവോ? ആവൂല. തിയററ്റിക്കലി പറഞ്ഞത് കൊണ്ട് ആവൂല. ദ സെൽഫ് എന്നാണെങ്കിൽ അതിന് കുറച്ച് ലക്ഷണങ്ങളുണ്ട്. ഒന്ന്, ഉറക്കമില്ലായ്മ. അടവേ അടവേ അടവേ. ഞാനുള്ള പോയിന്റ് അറിഞ്ഞ ഞാൻ ദ സെൽഫ് എന്നല്ലേ ക്ലാസ് എടുക്കുന്നേ? അല്ലെങ്കിൽ ഇപ്പൊ ഞാനിങ്ങനെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം, രാവിലെ എന്തെങ്കിലും തുടങ്ങിയല്ലേ കൊയ്ക്കാണ് പ്ലീസ് എന്ന് ഞാൻ പറയൂലേ? പറയുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിയും. ഈ ഈ ഈ ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സൈഡിൽ പോയിരുന്നാൽ ഒരവസ്ഥ ഉണ്ട്. എന്താണ്? ആരെങ്കിലും ഒന്ന് പിടിക്കുക, എന്ന് പറ്റി, എന്തിനെത്ര സ്ട്രെയിൻ ചെയ്ത് അവിടെ ഇരിക്കുമ്പോൾ ഒന്നും അറിഞ്ഞില്ല, ദ സെൽഫിലായിരുന്നു. മനസ്സിലായില്ലേ? ഒരു എക്സ്ട്രാ എനർജി ആയിരുന്നു. പാവം എൻ്റെ ഗൈഡ് രാവിലെ മുതൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കേണ്ടി എങ്ങനെ ക്ലാസ് എടുക്കുന്നു എനിക്കും അറിയില്ല. പക്ഷെ മൂപ്പര് അങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ലാസ്റ്റ് പണിയായിരിക്കാം കിട്ടല്. എനിക്ക് എന്നാണ്? ആർക്ക്? ഫസ്റ്റ് സെൽഫിന് പണി കിട്ടും. ഹയർ സെൽഫ് ദ സെൽഫ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ക്ലിയർ ആയോ? അപ്പൊ ദ പോയിന്റ് ഇതാണ് സ്പിരിറ്റ്, പാഷനേറ്റ് സെൽഫ് എന്ന് പറയുന്നത്. നിങ്ങൾ ദ സെൽഫിലാണോ ഇപ്പോൾ ഉള്ളത്? ചില ആൾക്കാർ ഞാൻ ദ സെൽഫിനെ വിളിക്കാനൊന്നും മെഡിറ്റേഷനിലാണ് കഴിയുന്നു. ദ സെൽഫ് ദ സെൽഫ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ആകെ പെട്ട് പോലെ ഓടാറിയോ? നമ്മൾ ഈ കലാപരിപാടിയിൽ എല്ലാത്തിലും മെഡിറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം ഞാൻ പറഞ്ഞു സെൽഫ് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദ മെഡിറ്റേഷൻ. അപ്പോൾ ഇത് ഇങ്ങനെ മെയിനാക്കി വെക്കുന്നുണ്ട് ആൾക്കാർ ഉറങ്ങാണോ മെഡിറ്റേഷനിലാണോ എന്ന് മനസ്സിലാവില്ല. എന്നിട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചിലർ വരും, ഞാൻ ഉറങ്ങിപ്പോയി ഗൈഡ്, എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവോന്ന്. അപ്പൊ വീണ്ടും സീനായി. കാരണം ഇതിനിപ്പോ ഞാനല്ലേ മറുപടി അറിയണ്ടേ. അപ്പൊ ഞാൻ ഒന്നാം ആകാശത്തിലേക്ക് പഠിച്ചോ വരുന്ന പറഞ്ഞാൽ ഞാൻ ഒന്നാം സെൽഫിലാണ് ഇറങ്ങിയത് നല്ലോണം അങ്ങ് പറയും. ഞാൻ പറയും ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല, ഒക്കെ പോയിട്ടോ, ഇനി മേലാൽ ഉറങ്ങരുതെന്ന് അറിയും. അപ്പൊ അങ്ങനെ പറയരുത് ഗൈഡ് എന്നുള്ളൊരു ചിന്ത വരുന്നു മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്യും? കുഴപ്പമൊന്നുമില്ല, ഉറങ്ങിയാൽ സബ് കോൺഷ്യസിലേക്ക് ഡയറക്റ്റ് കയറുന്നാ പറഞ്ഞത്. എടങ്ങാറാവണ ആരാ? ഞാൻ തന്നെ. അല്ലെങ്കിൽ എന്തായിരിക്കും? ഇവിടുന്ന് പോയാൽ പിന്നെയും എടങ്ങാറാക്കും. ഇവന്റ് കഴിഞ്ഞ് അടുത്ത ഇവന്റ് വരുന്നത് വരെ മെന്റേഴ്സിന് ആദ്യം ലാമി ഞാൻ പൂതി വെച്ച് വന്നേനു, തലേ ദിവസം പൂതി വെച്ച് ഉറങ്ങാണ്ടായിട്ട് ഞാൻ ക്ലാസ്സിലൊന്ന് ഉറങ്ങിപ്പോയി, എനിക്കൊന്നും കിട്ടിയില്ല എന്നാ തോന്നുന്നു. അപ്പൊ ലാമി എന്നോട് ഗൈഡ് എന്താ ഇപ്പൊ പറയാ? ഞാൻ ഇപ്പൊ എന്താ പറയുക, ഉറങ്ങിയാ പോയി. അങ്ങനെ പറയാൻ പാടില്ല, എന്റെ സമാധാനം പോയി കിടക്കാണ്. നോറ്റ് വന്നൊരു ഇവന്റാണ്. പിന്നെ ഇപ്പൊ എന്താ പറ്റാ? ഉറങ്ങുമ്പോൾ ഉപബോധം പ്രവർത്തിക്കുന്നു. ഉപബോധത്തിലേക്ക് ഡയറക്റ്റ് ഇൻജക്ഷൻ ആണ് ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നത്. എനിക്ക് അപ്പളേ തോന്നിക്കണ് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ അല്ലേ. ഇനി ഞാനൊരു പോയിന്റ് ആഡ് ചെയ്യട്ടെ. ദ സെൽഫ് ഫണ്ണി ആകുമ്പോൾ ഉണരുന്നതാണ്. ഇപ്പൊ ഉണർന്നോ? ഇത് രസം എന്താ അറിയോ? തിയറി ഒരു വയ്ക്കും, പ്രാക്ടിക്കലി വേറെ വയ്ക്കുവാണ്. ഞാനിവിടെ ഫണ്ണാക്കി കൊണ്ടുപോയാൽ പിന്നെ കുറച്ച് ആൾക്കാർ എന്താ അറിയാലോ, കുറെ ചിരിയും കളിയും പറഞ്ഞ് ഇപ്പൊ എന്ത് ഇതാണ് ദ സെൽഫ്. മനസ്സിലായി? ആക്റ്റീവ് അല്ലേ, പീക്ക് പെർഫോമൻസ് അല്ലേ ഇത്. ഇനി ഇതല്ലാണ്ട് മെയിൻ സാധനം പറഞ്ഞാൽ ആ ഒരു ഡീപ്പർ എന്തോ സാധനം തരുന്നില്ല, അത്ര ഡീപ്പായിട്ട് പോയില്ലല്ലോ, അപ്പം അതിനേക്കാളും പ്രശ്നം. ഇനി ഡീപ്പായി പോകുമ്പോഴോ, ഡീപ്പായി പോകുന്ന സമയത്ത് ഞാൻ പറയും നിങ്ങളുടെ അവൻ എന്നതിൽ രണ്ട് അവനുണ്ട്, നിങ്ങളും അവനും എന്ന് അവനിലൂടെ അവനവനെ അറിയുക എന്ന ആത്മീയ യാത്രയിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ അവൻ്റെ രഹസ്യം വരുന്നതിലൂടെ അവനവൻ്റെയും മറ്റുള്ളവരുടെയും രഹസ്യത്തിലേക്കുള്ള വാതികൾ നിങ്ങളുടെ ഹൃദയാന്തരത്തുനിന്നും തുറന്നു കിട്ടുന്ന ഒരു പ്രതിഭാസമാണ് അതിലൂടെ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് വേണ്ടേനു. എൻ്റെ ഒരു അവസ്ഥ സാധിക്കാൻ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ?
അപ്പൊ ദ സെൽഫ് നമ്മൾ ഇരിക്കുന്നെങ്കിൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കും, നോ ഡൗട്ട്. ക്ലിയറായില്ലേ? സെൽഫിനെ അറിഞ്ഞിരിക്കുന്ന സമയത്ത് ആക്റ്റീവ് ആകുന്നത് കൊണ്ടാണ് പല ആൾക്കാരും മറ്റുള്ളവരുടെ നമ്മളെ കുറിച്ചുള്ള സെൽഫ് ഇമേജിന്റെ ഉപദ്രവം ഇല്ലാണ്ട് നിൽക്കുന്ന സമയം എപ്പോഴാറിയോ? കിടന്നുറങ്ങുമ്പോഴാ. അതുകൊണ്ട് ആ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞേ, മനസ്സിലായോ? ഉണർന്നിരിക്കുമ്പോൾ രാവിലെ പ്രാർത്ഥിക്കുന്നതിനേക്കാളും പവറാണ് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ. എന്തുകൊണ്ടാ? രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങളെ ബോധമുള്ള എത്ര മനുഷ്യന്മാർ ഈ ദുനിയാവിലുണ്ടോ ഓരോക്കുള്ളിലുള്ള നിങ്ങളിങ്ങനെ ഉണർന്നിരിക്കുകയായിരിക്കും. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാതെ ആകാശത്തിൻ്റെ അധിപൻ നിങ്ങളോട് കരുണ കാണിക്കൂല. അപ്പം ഞാൻ പോയിട്ട് പഠിച്ച തമ്പുരാനെ എന്നെ രക്ഷിക്കണം, അപ്പയോ നിങ്ങളോട് ഒരു കരുണ കാണിക്കാത്ത രീതിയിൽ എന്ത് രക്ഷിക്കാൻ, അവന് ചെയ്ത എത്രയല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കണ 10 ആളിരിക്കുന്നുണ്ടെങ്കിൽ ഈ 10 ആൾക്കാർക്കുള്ളിൽ നമ്മളുടെ ഒരു നെഗറ്റീവ് സെൽഫ് ഇമേജ് കിടക്കുന്നില്ലേ? ആ ഇമേജ് നമ്മൾ തിരുത്തിയിട്ടില്ലല്ലോ. അപ്പം നമ്മളും അതേ ഫസ്റ്റ് ഇമേജിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പം, നമ്മൾ ഒരു പ്രാർത്ഥന ദൈവത്തിലേക്ക് കൊടുക്കുമ്പം 100 ആളുകൾ അതേ ഫസ്റ്റ് സെൽഫ് ഇമേജിൽ നമ്മൾ പെർസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ നമ്മൾ ആ പ്രയാസത്തിലാണെന്ന് ഉൾക്കൊള്ളുന്നവരായിരിക്കും. അപ്പം വല്ലാത്ത പ്രയാസമായിരിക്കും പ്രാർത്ഥനകളെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ. ചില ആൾക്കാർ ഞാൻ ചോദിക്കുന്നു, മാനിഫെസ്റ്റേഷനൊക്കെ ഒന്ന് പഠിപ്പിക്കുമോന്ന്. പ്രാർത്ഥനയേക്കാൾ വലിയ മാനിഫെസ്റ്റേഷൻ വേറെ ഇല്ല. പ്രാർത്ഥന തന്നെയാണ് മാനിഫെസ്റ്റേഷൻ. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? നിങ്ങൾ ദ സെൽഫിൽ ടച്ച് ചെയ്തിരിക്കുമ്പോൾ. അപ്പൊ രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കും കുറച്ച് ആൾക്കാർക്ക് മാത്രം ഉറങ്ങാതിരിക്കാൻ പറ്റാനുള്ള കാരണം ഇത്രേ ഉള്ളൂ, ഒരാള് വിളിക്കാനുണ്ടല്ലോ. അല്ലാണ്ട് പുറക്ക് വയ്ക്കാരെങ്കിലും പഠിക്കാൻ കുറെ ഉണ്ടല്ലോ. അങ്ങനെയില്ല. ഉറക്കം പോവും എങ്ങനെ? കുറെ പഠിക്കാല്ലേ എൻ്റെ തമ്പുരാനെ. ആ ഉറക്കം പോക്കല്ല. നമ്മൾ സ്വമേധയാ തിരഞ്ഞെടുക്കുന്ന ഒരു ഉറക്കമില്ലായ്മയുണ്ട്. ഉറക്കം ഇങ്ങനെ മാടി വിളിക്കും, പക്ഷെ നമ്മൾക്ക് ഉറക്കത്തിലേക്ക് പോകാൻ തോന്നില്ല. നമ്മൾ ഉണർച്ചയേക്കിനെ കെട്ടിപ്പിടിക്കും, എന്നിട്ട് നമ്മളിങ്ങനെ ഉണർന്നിരിക്കും. എന്തുകൊണ്ടാണ് ഉണർന്നിരിക്കാൻ പറ്റുന്നത്? നിങ്ങൾ ദ സെൽഫിലാണോ, നിങ്ങൾ എന്ത് ചെയ്യും? ഉണർന്നിരിക്കും. ക്ലിയർ ആയോ? ദ സെൽഫിലിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മടിയുള്ള, ക്ഷീണമുള്ള, വിശപ്പുള്ള, ഉറക്കുള്ള, സമയമില്ലാത്ത ഈ കുറവുകളുള്ള കംപ്ലീറ്റ് സെൽഫില്ലേ, ഇതൊക്കെ മാറിയിരിക്കും ദ സെൽഫ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം. ആ സെൽഫിൽ നിൽക്കുമ്പോഴാണ് പൊസിഷൻ കറക്റ്റ്, ലൈറ്റിലേക്ക് കറക്റ്റ് പൊസിഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ പല സ്ഥലത്ത് ഇരുന്ന് നോക്കിയിട്ടോ, പക്ഷെ എനിക്ക് ഇവിടെ ഇരിക്കുമ്പോഴാണ് ഭയങ്കര കംഫർട്ട് ക്ലാസ് എടുക്കാൻ. എന്തൊരു സുഖം! കാരണം അവിടെ പോയിട്ടിരിക്കുമ്പോൾ വേറെ ഏതൊക്കെയോ സെൽഫ് ഓൺ ആവുന്നുണ്ട്. കാരണം ഈ ചെയറിൽ ഇതിന് മുന്നേ ഇരുന്ന കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരും. അപ്പോൾ അവരിരിക്കുന്ന ഏതൊക്കെയോ ശൈലികളൊക്കെ ഇങ്ങനെ കയറി വരും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയില്ല? നിങ്ങളൊരു കസാരയിൽ ഇരിക്കുമ്പോൾ ആരൊക്കെ ഏതൊക്കെ ശൈലിയിലാണോ കസാരയിൽ ഇരിക്കുന്നത് ആ മോഡലിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ സ്വത്തസിദ്ധമായിട്ടുള്ള കസാരയിലുള്ള ഇരുത്തമായിരിക്കൂല അത്. ക്ലിയർ ആയില്ലേ? അപ്പം ഇതുപോലെ നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആവല് ദ സെൽഫിലേക്ക് നമ്മൾ എലവേറ്റ് ചെയ്യുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ദ സെൽഫിനെ ആക്ടിവേറ്റ് ചെയ്യുക. ഇപ്പോൾ തെറ്റിന് ദ സെൽഫിനൊരു പേരിട്ട് വിളിക്കുക, കണക്ട് ചെയ്യുക. എന്ത് കാര്യം ചെയ്യുമ്പോഴും ദ സെൽഫ് എന്നാണോ വെറും സെൽഫ് എന്നാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക.